ഞാന് എന്നെ ഏൽപ്പിച്ചിട്ടുള്ള വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് 2 കാര്യങ്ങൾ നിങ്ങളുമായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ്. ഒന്ന്, ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താന്ന് വിചാരിക്കുന്നു. രണ്ടാമതായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷനെ പറ്റിയിട്ടും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ആക്ച്വൽ അജണ്ടയായിട്ടുള്ള സിവിൽ സർവീസിന്റെ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള കാര്യങ്ങളിലേക്ക് വൺ ബൈ വൺ ആയിട്ട് കയറാമെന്നാണ് ആഗ്രഹിക്കുന്നത്. എൻ്റെ പേര് ഷിബിലി ഷഹാദത്തി എന്നാണ്. ഞാൻ മലപ്പുറം ജില്ലയിലെ അരീക്കോട് സ്വദേശിയാണ്. ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത് ഇവിടെ കാസർഗോഡുള്ള ഒരു കുനിയ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലാണ്. സിവിൽ സർവീസുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പറയുമ്പോൾ എനിക്ക് ഈ ഫീൽഡിലുള്ള എക്സ്പീരിയൻസ് എന്താണ്, ബന്ധം എന്താണ് എന്നുള്ളത് കൂടി പറയേണ്ടതായിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ 2015 വരെ MES മമ്പാട് കോളേജിൽ പഠിക്കുകയും അവിടുന്ന് പിന്നീട് പരീക്ഷ എഴുതിക്കൊണ്ട് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച സോഷ്യൽ വർക്കിന്റെ ഒരു സ്ഥാപനമായിട്ടുള്ള ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസിൽ മാസ്റ്റേഴ്സ് ചെയ്യുകയും ചെയ്തു. ആ സമയത്തൊന്നും സിവിൽ സർവീസ് മോഹമൊന്നുമില്ല. ആ 2 വർഷം കഴിഞ്ഞിട്ട് എനിക്ക് കിട്ടുന്ന എൻ്റെ ആദ്യത്തെ ജോലി എന്ന് പറയുന്നത് മധ്യപ്രദേശിലുള്ള ഒരു ഗവൺമെന്റ് പ്ലാനിംഗ് ബോർഡിലായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് എനിക്ക് കിട്ടിയ പ്ലേസിംഗ് എന്ന് പറയുന്നത് ജബൽപൂരിനടുത്തുള്ള നർസിംഗ്പൂർ എന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റിൽ കളക്ടറുടെ കൂടെയായിരുന്നു ഒരു വർഷത്തെ എൻ്റെ ഫസ്റ്റ് ജോലി എന്ന് പറയുന്ന ജോലി എനിക്ക് കിട്ടിയത്. അതിനു മുമ്പ് വരെ എന്നെ സംബന്ധിച്ചിടത്തോളം കളക്ടർ അല്ലെങ്കിൽ IAS എന്നൊക്കെ പറയുന്നത് ഒരു പുറത്തു നിന്ന് മാത്രം അറിയുന്ന, അല്ലെങ്കിൽ എന്തോ വലിയൊരു സംഭവമാണ് എന്ന് മാത്രം മനസ്സിലുള്ള ഒരു സാധാരണ നാട്ടുകാരൻ എന്നുള്ളതിനപ്പുറത്തേക്ക് എനിക്ക് വലിയ ധാരണയൊന്നും ഇതിലുണ്ടായിരുന്നില്ല. പക്ഷെ ഒരു വർഷം അദ്ദേഹത്തോടൊപ്പം ജീവിക്കുകയും ഒട്ടുമിക്ക ദിവസങ്ങളിലും അദ്ദേഹത്തിന്റെ മെയിൻ ഓഫീസിൽ ഇരിക്കുകയും അദ്ദേഹത്തോട് സംസാരിക്കുകയൊക്കെ ചെയ്ത സമയത്താണ്, അല്ല ഇത് ഇയാളും നമ്മളെപ്പോലെ തന്നെ ഒരു മനുഷ്യനാണ്. അതിനപ്പുറത്തേക്ക് സൂപ്പർ പവേഴ്സ് ഒന്നും ഇദ്ദേഹത്തിന് ഇല്ല എന്നുള്ള തിരിച്ചറിവ് ഉണ്ടാകുന്നത് ആ ഒരു വർഷത്തെ സഹവാസത്തിലാണ്. അങ്ങനെ ഒരു വർഷം കഴിഞ്ഞപ്പോ ഒരുപക്ഷേ ഞാൻ ശ്രമിച്ചാൽ എനിക്കും കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷയോടുകൂടി ഞാൻ ഒരു വർഷം കഴിഞ്ഞ് അവിടെ നിന്നും ഞാൻ റിസൈൻ ചെയ്യുകയും ഡൽഹിയിലേക്ക് പോവുകയും ചെയ്തു. ഡൽഹിയിലേക്ക് പോകാനുണ്ടായ കാരണം ഡൽഹിയിൽ അടിപൊളി കോച്ചിങ് ആയതുകൊണ്ടല്ല. ആഹ് ഡൽഹിയിലായാലും തിരുവനന്തപുരത്തായാലും കാസർഗോഡായാലും എവിടെയായാലും സെയിം കോച്ചിങ് തന്നെയാണുള്ളത്. പ്രത്യേകിച്ചും ഓൺലൈൻ ആയിട്ട് എല്ലാം അവൈലബിൾ ആയിട്ടുള്ള ഒരു കാലത്ത്. പക്ഷെ ഞാൻ പോവാനുണ്ടായ കാരണം എനിക്ക് സ്കോളർഷിപ്പോട് കൂടി 100% സ്കോളർഷിപ്പോട് കൂടി ഒരു സ്ഥാപനത്തിൽ അഡ്മിഷൻ കിട്ടിയത് കൊണ്ട് മാത്രമാണ് ഞാൻ അന്ന് അങ്ങോട്ട് പോയിട്ടുള്ളത്. അത് കഴിഞ്ഞ് ഒരു വർഷം നന്നായിട്ട് പഠിച്ചു, ഇരുന്ന് പഠിച്ചു. ആ ഒരു പഠനം ആദ്യത്തെ വർഷം തന്നെ UPSCയുടെ പ്രിലിംസ് പരീക്ഷ എനിക്ക് പാസ്സാവാൻ പറ്റി. ആ വർഷം തന്നെ JNUവിലെ എംഫിലിന് ഞാൻ എംഫിൽ പഠനത്തിന് വേണ്ടിയിട്ട് കയറി. ആ വർഷം തന്നെ നെറ്റും JRFും എനിക്ക് കിട്ടി. അങ്ങനെ 2 വർഷത്തെ JNU പഠനവും ആയി. ഒന്നാമത്തെ വർഷം പ്രിലിംസ് പരീക്ഷ പാസ്സായെങ്കിലും പിന്നീട് മെയിൻസ് പരീക്ഷ പാസ്സാവാൻ പറ്റിയിട്ടില്ല. പക്ഷേ അതിൽ നിരാശയൊന്നും ഉണ്ടായിരുന്നില്ല. എഗെയിൻ രണ്ടാമത്തെ വർഷം എഴുതി, പ്രിലിംസ് പരീക്ഷ പാസ്സായി, മെയിൻസ് പരീക്ഷയും പാസ്സായി, ഇന്റർവ്യൂ വരെ കൊടുത്തു. പക്ഷേ ഭാഗ്യമെന്നോണോ നിർഭാഗ്യമെന്നോണോ ഒരു ടോട്ടൽ ഒരു 5 മാർക്കിന്റെ ഡിഫറൻസിൽ സർവീസിൽ കയറാൻ പറ്റാതെ പോയി. അതിനുശേഷം പിന്നീട് പലതവണയായിട്ട് മെയിൻസ് പരീക്ഷകൾ എഴുതി. കൂടെ തന്നെ പല സ്ഥാപനങ്ങളിൽ ഇത്തരത്തിൽ IAS അക്കാഡമികളായിട്ടും ഇൻസ്റ്റിറ്റ്യൂഷൻസുമായിട്ട് ജോലി ചെയ്തു വരികയാണ്. കറന്റ്ലി ഞാൻ എൻ്റെ PhD കൂടി ചെയ്യുന്നുണ്ട്. ഞാന് എൻ്റെ ഒരു പ്രൊഫൈല് നിങ്ങളോട് പറഞ്ഞത് 2, 3 ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഒന്ന് എന്ന് പറയുന്നത് ഈ ജേർണിയിലൂടെ കടന്നുപോയ ഒരാളാണ്, ഇതിന്റെ അപ്സ് ആൻഡ് ഡൗൺസ് കണ്ട ഒരാളാണ് എന്നുള്ള രീതിയിൽ ഒരുപക്ഷേ എന്റെ മുന്നിലിരിക്കുന്ന കുട്ടികളോട് കുറെ കൂടി, പ്രത്യേകിച്ചും Q&A വരുന്ന സമയത്ത് നിങ്ങൾക്ക് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ ചോദിക്കാം. കൂടുതൽ കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ പറ്റും എന്നുള്ളതാണ്. രണ്ടാമത്തായിട്ടുള്ള ഒരു കാര്യം എനിക്ക് സൂചിപ്പിക്കാൻ കഴിയുക, ഒരുപക്ഷേ ഇതിന്റെ ഒരു എന്താ പറയാ, അലങ്കാരങ്ങൾക്ക് അപ്പുറത്തേക്ക് ഇതിന്റെ ഉള്ളിലുള്ള യാഥാർത്ഥ്യങ്ങൾ എന്താണ് എന്നുള്ളത് കൂടി വളരെ ആയിട്ട് ജെനുവിൻ ആയിട്ട് നിങ്ങളുമായിട്ട് സംസാരിക്കാൻ സാധിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഒന്നാമത്തത്. രണ്ടാമതായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനത്തെ പറ്റിയിട്ട് ഒരു 2 വാക്ക് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മുടെ അജണ്ടയിലേക്ക് കടക്കാം. കാസർഗോഡ് പ്രവർത്തിക്കുന്ന, അല്ലെങ്കിൽ കേരളത്തിൽ ഒരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ബില്ല് ഇപ്പൊ ഏകദേശം പാസ്സായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വരികയാണെങ്കിൽ ഒരു പക്ഷേ കേരളത്തിലെ തന്നെ ഏറ്റവും ആദ്യത്തെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളിൽ ഒന്നാവാൻ സാധ്യതയുള്ള ഒരു സ്ഥാപനമാണ് കുനിയ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ പൊതുവെ ആളുകളുടെ മനസ്സിലുണ്ടാവുക നമ്മൾ കുറെ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാനുള്ള, കുറെ വിദ്യാഭ്യാസം ഒരു കച്ചവടവൽക്കരിക്കപ്പെടുന്ന ഒരു സംഗതിയായിട്ടാണ്. പക്ഷെ ഈ സ്ഥാപനം അങ്ങനെയല്ല. ഇത്
ഗൾഫിലുള്ള ഒരു വലിയ ബിസിനസ്സുകാരൻ അദ്ദേഹത്തിന്റെ സ്വന്തം നാടായിട്ടുള്ള ഈ അദ്ദേഹത്തിന്റെ ജന്മനാട്ടില് ഈ നാട്ടുകാർക്ക് ഇവർക്ക് ഉപകാരപ്പെടണം എന്നുള്ള രീതിയിൽ ഓൾമോസ്റ്റ് സൗജന്യമായിട്ട് തന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ് കുനിയ. ഒരുപക്ഷെ നിങ്ങൾ ഇതിന്റെ ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ പല രീതിയിൽ ടിവിയിലും ഇവിടെയൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇവിടെ നമ്മൾ പ്രധാനപ്പെട്ട് ഓഫർ ചെയ്യുന്ന 2 പ്രോഗ്രാംസ് എന്ന് പറയുന്നത്, ഒന്ന് ഡിഗ്രിക്ക് ശേഷം IASന് പ്രിപ്പയർ ചെയ്യുന്ന ഒന്നാണ്. രണ്ടാമത്തത് പുതുതായിട്ട് ഇന്നോവേറ്റീവ്‌ലി കഴിഞ്ഞ വർഷം മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള +2 കഴിഞ്ഞ കുട്ടികൾക്ക് ഡിഗ്രിയും IAS പഠനവും ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള ഒരു പോസിബിലിറ്റിയും നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇത്ര മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ആക്ച്വൽ അജണ്ടയിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മള് ഏതൊരു വിഷയത്തെ പറ്റി സംസാരിക്കുമ്പോഴും, വെദർ ഇറ്റ് ഈസ് സിവിൽ സർവീസ് ആയിക്കോട്ടെ, മറ്റ് കരിയറുകളായിക്കോട്ടെ, എന്തായിരുന്നാലും നമ്മൾ ഏറ്റവും എളുപ്പത്തിലും ആൾക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ചില ക്വസ്റ്റ്യൻസിന്റെ അറൗണ്ട് അതുമായിട്ടുള്ള ഡിസ്കഷൻ നടത്തിയാൽ മതിയാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്ത്, അതല്ലെങ്കിൽ വാട്ട്, വൈ, ഹൗ എന്നീ ക്വസ്റ്റ്യൻസിനെ നമ്മൾ അഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ എന്താണ് ഈ പരീക്ഷ എന്നുള്ളൊരു കാര്യത്തിൽ നിങ്ങൾക്കൊരു ഒരു ഓവറോൾ ഐഡിയ കിട്ടുമെന്നുള്ളതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതായത് എന്താണ് സിവിൽ സർവീസ് പരീക്ഷ, എന്തുകൊണ്ട് ഒരാൾ സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കണം, അല്ലെങ്കിൽ എന്തുകൊണ്ട് സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കരുത്, എങ്ങനെ ഇതിന് തയ്യാറെടുക്കാൻ പറ്റും, അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രോസസ്സ് എങ്ങനെയാണ് എന്നീ 3 കാര്യങ്ങളായിരിക്കും നമ്മുടെ ഇന്നത്തെ ഈ ഒരു ഡിസ്കഷനിൽ ഞാൻ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ്, ഇത് സിജിയുടെ ഒരു കരിയർ കോർണറാണ്. പല രീതിയിലുള്ള ക്ലാസ്സുകൾ ഓരോ ഞായറാഴ്ചയും കിട്ടുന്നത് കൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ മുമ്പിലുള്ള ആളുകൾ എന്ന് പറയുന്നത് ഒന്നുകിൽ സ്കൂളിലോ കോളേജുകളിലോ പഠിക്കുന്ന IASന് വേണ്ടി തയ്യാറെടുക്കുന്നവരായിരിക്കാം, അല്ലെങ്കിൽ അത്തരം ആളുകളുടെ രക്ഷിതാക്കളായിരിക്കാം. അപ്പോൾ ആദ്യം തന്നെ കരിയർ എന്ന് പറയുന്ന ഒരു വിഷയത്തിൽ നിന്ന് തുടങ്ങുകയാണ്. സിവിൽ സർവീസ് ഒരു കരിയർ ആയിട്ട് ആരാണ് ചൂസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ആര് ചൂസ് ചെയ്യരുത് എന്നുള്ള ഒരു കാര്യം ഒരു വളരെ ചുരുങ്ങിയ വാക്കുകളിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളോടും രക്ഷിതാക്കളോടും ഒന്നാമതായിട്ട് പറയാനുള്ളത്, നമ്മൾ പലപ്പോഴും നമ്മുടെ നാട്ടിൽ നിന്നല്ല, എനിക്ക് തോന്നുന്നു എല്ലായിടത്തും ഇത്തരത്തിൽ തന്നെ ആയിരിക്കും ഇതിൻ്റെ ഒരു സംവിധാനം ഉണ്ടാവുക. നമ്മൾ പലപ്പോഴും ഒരു കരിയർ ചൂസ് ചെയ്യുമ്പോൾ, നമ്മുടെ മക്കൾക്ക് വേണ്ടി അല്ലെങ്കിൽ നമുക്ക് വേണ്ടിയിട്ട് ഒരു കരിയർ ചൂസ് ചെയ്യുമ്പോൾ, പലപ്പോഴും നമ്മൾ തിരഞ്ഞെടുക്കുന്നത് എൻ്റെ ചുറ്റുമുള്ള ആളുകൾ എന്താ ചെയ്യുന്നത് എന്ന് നോക്കിയിട്ടാണ്. അല്ലെങ്കിൽ ഓക്കെ, ഇപ്പൊ ഞാനൊക്കെ ഒരു 10th പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ +2 പഠിക്കുന്ന സമയത്തൊക്കെ എഞ്ചിനീയറിംഗ് ആൻഡ് മെഡിക്കൽ, ഇതിനപ്പുറത്തേക്ക് വേറൊരു ജീവിതമില്ല, അല്ലെങ്കിൽ വേറൊരു തൊഴിലിനെ പറ്റി യാതൊരു ഐഡിയയും ഇല്ലാത്ത വിധമായിരുന്നു അധ്യാപകരായാലും രക്ഷിതാക്കളായാലും എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത്. ഒരിക്കലും ഞാൻ എഞ്ചിനീയറിംഗിനെയും മെഡിക്കൽ സയൻസിനെയും ചെറുതാക്കി കാണുകയല്ല. ഡെഫിനറ്റ്ലി അതിന്റെ ഇമ്പോർട്ടൻസ് ഉണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്കുള്ള ഒരു കരിയറിനെ പറ്റിയിട്ട് എക്സ്പോഷർ പോലും നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോ നമ്മൾ പലപ്പോഴും, ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാൽ, നമ്മുടെ ചുറ്റുവട്ടത്തെ കണ്ടിട്ടായിരിക്കും പലപ്പോഴും നമ്മൾ ഒരു കരിയർ ചൂസ് ചെയ്യുന്നത്. IAS ഭയങ്കര അടിപൊളിയാണ്, IAS ആയി കഴിഞ്ഞാൽ പണ്ട് യൂട്യൂബിലൊക്കെ ഒരു വീഡിയോ ഷോട്ട് കാണുന്ന പോലെ ഭയങ്കര ഒരു മാസ് BGM ഒക്കെ ഇട്ടിട്ട് ഞാൻ ഭയങ്കര പവർഫുൾ ആളാണ് എന്നുള്ള രീതിയിൽ നടക്കാം, എന്നെ കുറെ ആളുകൾ റെസ്പെക്ട് ചെയ്യും, ഇങ്ങനെയൊക്കെയുള്ള ഒരു എന്താ പറയാ ഫാന്റസിയിലാണ് നിങ്ങൾ ഈ കരിയർ ചൂസ് ചെയ്യുന്നെങ്കിൽ ഈ കരിയർ ചൂസ് ചെയ്യരുത് എന്നുള്ളതാണ് ഒന്നാമതായിട്ട് പറയാനുള്ളത്. രണ്ടാമതായിട്ട്, പിന്നെ ആരാണ് ഇത് ശരിക്കും ചൂസ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1-2 കാറ്റഗറീസ് ആണ്. ഒന്ന്, ജനങ്ങളെ സേവിക്കാൻ അല്ലെങ്കിൽ ജനങ്ങളുടെ കൂടെ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള, ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെടാൻ താല്പര്യമുള്ള, സമൂഹത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ താല്പര്യമുള്ള, നല്ല പാഷൻ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്, അത്തരത്തിൽ ചെയ്യുമ്പോൾ മനസ്സിനൊക്കെ ഒരു സമാധാനവും ഒരു പ്രൗഡ് ഫീലിങ്ങും ജനങ്ങൾക്ക് വേണ്ടി കൂടെ നിൽക്കണം എന്നൊക്കെ തോന്നുന്ന ആളുകൾക്ക് ഡെഫിനറ്റ്ലി ഇത് നല്ലൊരു ഓപ്ഷൻ ആണ് എന്നുള്ളത് യാതൊരു തർക്കവുമില്ല. രണ്ടാമത്തത്, സിവിൽ സർവീസ് എന്ന് പറയുന്നത് ഒരു IIT JEE പോലെ അല്ലെങ്കിൽ ഒരു നീറ്റ് എക്സാം പോലെ IQന്റെ ഒരു ടെസ്റ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അതായത് കുറെ മാത്തമാറ്റിക്കൽ ഇക്വേഷൻസ് ഉള്ള, അങ്ങനെ കുറെ ബ്രില്യൻ എന്താ പറയാ IQ ബേസ്ഡ് പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്ന ഒരു പരീക്ഷയല്ല. മറിച്ച് നിങ്ങൾക്ക് പല ആളുകളും അത്ര എക്സ്ട്രീമിൽ പറയരുതെങ്കിൽ പോലും സൂര്യന് താഴെയുള്ള എല്ലാം അറിയണം എന്നൊക്കെ ചില ആൾക്കാർ പറയും. അങ്ങനെ അല്ലെങ്കിൽ പോലും നമുക്ക് നമ്മുടെ ചുറ്റും നടക്കുന്ന പല കാര്യങ്ങളെ പറ്റിയിട്ടും അറിയാനുള്ള ഒരു ത്വര അത്തരം ആളുകൾക്ക് പറ്റിയിട്ടുള്ള ഒരു പരീക്ഷയാണ് സിവിൽ സർവീസ് എന്നുള്ളത്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ സിവിൽ സർവീസിനെ പറ്റിയിട്ട് ആലോചിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് സാമൂഹികമായിട്ടുള്ള ഒരു പ്രതിബദ്ധത ഉണ്ട് എന്നുണ്ടെങ്കിൽ, അതേപോലെ നിങ്ങളുടെ ചുറ്റും നടക്കുന്ന പല വിഷയങ്ങളെന്ന് ഞാൻ പറയുന്നത്
ഒരുപക്ഷെ നിങ്ങളുടെ ചരിത്രമായിരിക്കാം, ഹിസ്റ്ററി ആയിരിക്കാം, നിങ്ങളുടെ ചുറ്റും നടക്കുന്ന ഇന്റർനാഷണൽ റിലേഷൻസ് ആയിരിക്കാം. ഇപ്പൊ പാലസ്തീൻ, ഗാസ, വെനിസ്വേലയിൽ പലതും നടക്കുന്നു. യുഎസും ചൈനയും തമ്മിലുള്ള താരിഫ് വാറുകൾ നടക്കുന്നു. ഇത്തരത്തിൽ ലോകത്തിന്റെ പല ഭാഗത്തും നടക്കുന്ന പ്രശ്നങ്ങളെ പറ്റി അറിയാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ, അത്തരം വിഷയങ്ങളെ പറ്റിയിട്ടൊക്കെ ഒരു കാഴ്ചപ്പാട് ബിൽഡ് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ, ഇതൊന്നും നിങ്ങൾക്ക് ഇപ്പൊ ഉണ്ടാവും ഞാൻ പറയുന്നില്ല. നിങ്ങൾ ന്യൂസ് പേപ്പർ ഇതുവരെ വായിച്ചിട്ടില്ല, അതുകൊണ്ട് സിവിൽ സർവീസ് കിട്ടൂല, അങ്ങനെയൊന്നും വിചാരിക്കരുത്. ഞാൻ പറഞ്ഞത് ഇത്തരം വിഷയങ്ങളിലൊക്കെ ഒരു ക്യൂരിയോസിറ്റി ഉള്ള ആളുകൾക്ക് പറ്റിയ ഒരു പരീക്ഷ തന്നെ ആയിരിക്കും സിവിൽ സർവീസ് എന്നുള്ളതാണ്. അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള 3 ചോദ്യങ്ങളിലേക്ക് ഞാൻ വരാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമതായിട്ട്, എന്താണ് സിവിൽ സർവീസ് പരീക്ഷ എന്നുള്ളതാണ്. വാട്ട് ഈസ് സിവിൽ സർവീസ് എന്നുള്ളത്. പല ആളുകളും അല്ലെങ്കിൽ നമ്മുടെ തന്നെ ചുറ്റുവട്ടത്ത് നമ്മൾ പലപ്പോഴും ഈ പരീക്ഷയെ IAS പരീക്ഷ എന്നാണ് വിളിക്കുക. ഈവൻ ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പേര് പോലും കുനിയ IAS എന്നാണ് പേരിട്ടത്. പക്ഷേ ഇതിന്റെ യഥാർത്ഥത്തിലുള്ള ഒഫീഷ്യൽ പേര് എന്ന് പറയുന്നത് സിവിൽ സർവീസ് എക്സാം എന്നാണ്. IAS എക്സാം എന്നല്ല ഇതിന്റെ പേര് എന്നുള്ളത് ഒന്നാമതായിട്ട് നമ്മൾ എല്ലാവരും മനസ്സിലാക്കുക. പിന്നെ എന്തുകൊണ്ടാണ് എല്ലാവരും IAS പരീക്ഷ എന്ന് പറയുന്നത്? വേറൊന്നുമല്ല, ഈ പരീക്ഷ എഴുതി കഴിഞ്ഞാൽ, ഈ പരീക്ഷ പാസ്സായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും മികച്ച റാങ്കുള്ള ആളുകൾ ചൂസ് ചെയ്യുന്ന, ഏറ്റവും കൂടുതൽ ആളുകൾ പ്രയോറിറ്റൈസ് ചെയ്യുന്ന സർവീസിന്റെ പേര് ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എന്നുള്ളതായതുകൊണ്ട് പൊതുവെ ജനങ്ങളുടെ ഇടയിലുള്ള ഒരു കൊളോക്കിയലി അല്ലെങ്കിൽ ഇൻഫോർമലി ഉപയോഗിക്കുന്ന ഒരു വാക്കായതുകൊണ്ട് മാത്രമാണ് അതിന്റെ പേര് IAS പരീക്ഷ എന്ന് പറയുന്നത്. പിന്നെ എന്തുകൊണ്ട് കുനിയയും ആ പേരിട്ടു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബ്രാൻഡിങ് പർപ്പസിന് വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ അത്തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നത്. ആക്ച്വലി അല്ലെങ്കിൽ ഒഫീഷ്യലി ഈ പരീക്ഷയുടെ പേര് CSE, സിവിൽ സർവീസ് എക്സാമിനേഷൻ എന്നുള്ളതാണ് എന്നുള്ളത് ഒന്നാമത്തെ കാര്യമായിട്ട് എല്ലാവരും മനസ്സിലാക്കുക. ഓക്കെ, അതാണ് ഒന്നാമത്തത്. രണ്ടാമത്തത്, ഈ പരീക്ഷയെ ഒഫീഷ്യലി എഴുതുന്ന വാക്ക് എന്ന് പറയുന്നത് UPSC CSE എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടുള്ള ചോദ്യം, UPSC എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ ഫുൾ ഫോം വരുന്നത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ എന്നുള്ളതാണ്. അതായത് കേരളത്തിൽ ഇപ്പൊ നമുക്ക് വിവിധ തരത്തിലുള്ള സർക്കാർ ജോലികളിലേക്ക് ആളുകളെ എടുക്കാൻ വേണ്ടിയിട്ട് പബ്ലിക് സർവീസ് കമ്മീഷൻ അല്ലെങ്കിൽ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ പ്രവർത്തിക്കുന്നത് പോലെ യൂണിയൻ ഗവൺമെന്റിന്റെ പല തസ്തികകളിലേക്കും ആളുകളെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ബോഡിയുടെ പേരാണ് UPSC അല്ലെങ്കിൽ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ എന്നുള്ളത്. അവര് നടത്തുന്ന പരീക്ഷയാണ് സിവിൽ സർവീസ് എക്സാം എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിനെ UPSC CSE എന്നുള്ള പേരിൽ വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞ വിഷയത്തിൽ ക്ലാരിറ്റി ഉണ്ടെന്ന് വിചാരിക്കുന്നു. എന്താണ് സിവിൽ സർവീസ് പരീക്ഷ എന്നുള്ളതിന്റെ 2 ഡെഫിനിഷൻസ് പറഞ്ഞു. IAS പരീക്ഷയല്ല, സിവിൽ സർവീസ് പരീക്ഷ എന്നാണ് ഇതിന്റെ ഒഫീഷ്യൽ പേര്. രണ്ടാമത്തത്, ഇത് നടത്തുന്ന ആളുകളെ ബോഡിയുടെ പേരാണ് UPSC എന്നുള്ളതാണ്. അപ്പോ രണ്ടാമത്തെ ചോദ്യം അഗെയിൻ, എന്താണ് ഇപ്പൊ ഈ പരീക്ഷ അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് ഈ സിവിൽ സർവീസ് എന്നുള്ള പേര് പറയുന്നത് എന്നുള്ളതാണ്. നമുക്ക് ശരിക്ക് സർക്കാരിലുള്ള ജോലികളെ നമുക്ക് ഒരു ബ്രോഡ്ലി ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് 2ആയിട്ട് തിരിക്കാൻ പറ്റും. ഒന്ന് ആംഡ് സർവീസസ് എന്നുള്ളതും മറ്റൊന്ന് സിവിൽ സർവീസസ് എന്നുള്ള രീതിയിൽ നമുക്ക് ഒട്ടുമിക്ക ജോലികളെയും നമുക്ക് തിരിക്കാൻ പറ്റുന്നതാണ്. ആംഡ് സർവീസ് എന്ന് പറഞ്ഞാൽ ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ ആംഡ് ഫോഴ്സ്, പട്ടാളത്തിലുള്ള അല്ലെങ്കിൽ ലോ ആൻഡ് ഓർഡർ, സെക്യൂരിറ്റി ഒക്കെ പോലെയുള്ള നമുക്ക് ആംസ് ഉള്ള ഒരു യുദ്ധ എക്യുപ്മെന്റ്സ് ഒക്കെ യൂട്ടിലൈസ് ചെയ്യുന്ന തരത്തിലുള്ള നാഷണൽ സെക്യൂരിറ്റിക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന മിലിറ്ററി ഫോഴ്സുകളും പാരാമിലിറ്ററി ഫോഴ്സ് ഒക്കെ ഉണ്ട്. നിങ്ങളിൽ പലരും ചിലപ്പോൾ CAPF അല്ലെങ്കിൽ SSB എന്നൊക്കെ പറഞ്ഞ രീതിയിലുള്ള പരീക്ഷകൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും. അത്തരം സംഗതികളെ മിലിറ്ററി സർവീസ് എന്ന് വേണമെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് വിളിക്കാൻ തോന്നും. ഇത്തരത്തിലുള്ള സെക്യൂരിറ്റി പർപ്പസ് അല്ലാത്ത ചില സർവീസുകളുണ്ട്. അതായത് ഡേ ടു ഡേ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട് ഗവൺമെന്റിന്റെ എക്സിക്യൂഷൻ നടത്തുന്ന എല്ലാ സർവീസുകളെയും നമ്മൾ സത്യത്തിൽ സിവിൽ സർവീസ് എന്നാണ് വിളിക്കുക. മിലിറ്ററി അല്ലാത്ത മറ്റ് സർവീസുകളെ സിവിൽ സർവീസ് എന്ന് വേണമെങ്കിൽ ഒരു ഓവറോൾ ബ്രോഡ്ലി ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വിളിക്കാം. അപ്പൊ അത് ഒരു പക്ഷേ ഈ സിവിൽ സർവീസിന്റെ ഭാഗം തന്നെയാണ്. നമ്മൾ കാണുന്ന വില്ലേജ് ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഒരാളും സിവിൽ സർവീസിന്റെ ഭാഗമാണ്. അങ്ങ് ഏറ്റവും മേലെ നിൽക്കുന്ന ജോയിന്റ് സെക്രട്ടറി എന്ന് പറയുന്ന ആളും സിവിൽ സർവീസിൽ തന്നെയാണ്. പക്ഷെ
നമ്മളിവിടെ UPSC CSE എന്ന് പറയുമ്പോൾ ആ സിവിൽ സർവീസ് എന്നുള്ള ടേം ഉദ്ദേശിക്കുന്നത് ഗ്രൂപ്പ് എ സർവീസുകളെ പറ്റിയിട്ടാണ്. അതായത് ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള സിവിൽ സർവീസ് തസ്തികകളിലെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ജോബുകൾ, പൊസിഷൻസിനെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് കണ്ടക്ട് ചെയ്യുന്ന ഒരു പരീക്ഷയുടെ പേര് എന്നുള്ള രീതിയിലാണ് CSE ഉപയോഗിക്കുന്നത്. ഞാൻ ഗ്രൂപ്പ് എ എന്നുള്ളത് ഇതിൽ ചിലർക്ക് മനസ്സിലാവില്ല എന്നുള്ളത് കൊണ്ട് ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ കുറെ കൂടി സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഗവൺമെന്റ് വർക്ക് ചെയ്യുന്നത് ഒരു 3 ബ്രാഞ്ചസ് ഉള്ളത് കൊണ്ടായിരിക്കും ഗവൺമെന്റ് എന്ന് പറയുന്ന ഒരു സംവിധാനം വർക്ക് ചെയ്യുന്നത്. അതിൽ ഒന്ന് പാർലമെന്റ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ MP MLA മാര്, ലെജിസ്ലേറ്റീവ് അസംബ്ലി, നിയമനിർമ്മാണ സഭകളെ പറ്റിയിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇവരുടെ പണി എന്താന്ന് വെച്ചാൽ ഒരു രാജ്യത്തുള്ള നിയമങ്ങളെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. നിയമനിർമ്മാണമാണ് നമ്മുടെ നാട്ടിൽ നിന്നുള്ള MP MLA മാര് പോയിട്ട് അവർ ചെയ്യുന്നൊരു പണി നിയമനിർമ്മാണമായിരിക്കും. ഇന്ന ബില്ല് പാസ്സായി, പൗരത്വ ബില്ല് വരുന്നു, ഇല്ല ഒഴിവാക്കി, ഫാം ബില്ല് വരുന്നു, വീണ്ടും അത്തരത്തിലുള്ള കുറെ കാര്യങ്ങളൊക്കെ ഒരു പക്ഷെ പാർലമെന്റ് ആയിരിക്കും ചെയ്യുന്നുണ്ടാവുക. പക്ഷെ ഈ MP MLA മാർ ആകെ 500-540 ആൾക്കാരേ ഉള്ളൂ. അവർ ഈ ഇന്ത്യയിലുള്ള 100 കോടി ജനങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളിലും ഇടപെടാനൊന്നും ഈ പറയുന്ന 540 ആളെ കൊണ്ട് സാധിക്കൂല. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു നിയമം ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ നിയമം നടപ്പിലാക്കുന്ന വലിയ ഒരു സിസ്റ്റം ഒരു രാജ്യത്ത് ഉണ്ടായിരിക്കണം, റൈറ്റ്? ആ രണ്ടാമത്തെ സിസ്റ്റത്തിനെയാണ് നമ്മൾ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്. ഒന്നുകൂടി പറയാണ്, നിയമം ഉണ്ടാക്കുന്നത് ലെജിസ്ലേറ്റീവ് ബോഡിയാണ്, അത് പാർലമെന്റ് എന്നുള്ളത് യൂണിയൻ സ്പേസിൽ വിളിക്കുന്നു, സ്റ്റേറ്റിലേക്ക് വരുമ്പോൾ നമ്മൾ ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്ന് വിളിക്കുന്നു. എന്നാൽ അതേസമയം ഉണ്ടാക്കുന്ന നിയമത്തെ നടപ്പിൽ വരുത്തുക, എക്സിക്യൂഷൻ നടത്തുക, ഇംപ്ലിമെന്റ് ചെയ്യുക എന്ന് പറയുന്ന പണി എക്സിക്യൂട്ടീവിൻ്റെതാണ്. ഇവർ രണ്ടുപേരും ചെയ്തൊരു സാധനം കോൺസ്റ്റിറ്റ്യൂഷന്റെ ഉള്ളിൽ, അതായത് ജനങ്ങളുടെ അവകാശങ്ങളൊന്നും ഹനിക്കുന്നില്ല എന്ന് നോക്കാൻ വേണ്ടിയിട്ടുള്ള മൂന്നാമത്തെ വിങ് ആണ് ഗവൺമെന്റിന്റെ ജുഡീഷ്യറി എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ രണ്ടാമത്തെ വിഭാഗം ഈ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന ഈ വിഭാഗത്തിലാണ് സത്യത്തിൽ സിവിൽ സർവീസ് വരുന്നത്. അതായത് നാളെ IAS പോയിട്ട് അവർക്ക് തോന്നിയതുപോലെ എനിക്ക് ഒരു 100 കോടി എടുത്തിട്ട് ഞാൻ കുറച്ച് റോഡ് അങ്ങ് ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഈ ഹോസ്പിറ്റൽ അങ്ങ് കെട്ടാം, അങ്ങനെ ഒരു പണിയാണ് ഒരു IAS അല്ലെങ്കിൽ ഒരു സിവിൽ സർവീസുകാരൻ എടുക്കുന്നത് എന്ന് ആരും വിചാരിക്കരുത്. മറിച്ച് ഈ നിയമനിർമ്മാണ സഭ ഉണ്ടാക്കിയിട്ടുള്ള നിയമങ്ങൾ അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള സർവീസുകൾ യഥാവിധി ഏറ്റവും എഫക്റ്റീവ് ആയിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഡ്യൂട്ടി ആയിരിക്കും എക്സിക്യൂട്ടീവിന്റെ ഭാഗമായിട്ടുള്ള സിവിൽ സർവീസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. പിന്നെ എന്തുകൊണ്ടാണ് ഇത്ര അധികം ഇതിന് ഒരു ആളുകളുടെ ഇടയിൽ ഒരു എന്താ പറയാ ഭയങ്കര ഇമേജും ബ്രാൻഡ് വാല്യൂ ഒക്കെ ഉള്ളത് എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഗ്രൂപ്പ് A, B, C, D എന്നൊക്കെയുള്ള രീതിയിൽ നമുക്ക് ഗവൺമെന്റ് സർവീസുകളെ തിരിക്കാൻ സാധിക്കും. അതിൽ തന്നെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും ടോപ്പ് മോസ്റ്റ് പൊസിഷൻസ് ആണ് സത്യത്തിൽ ഗ്രൂപ്പ് A സർവീസ് എന്ന് പറയുന്നത്. ഈ ഗ്രൂപ്പ് A സർവീസിലേക്കാണ് ആരെ ഹയർ ചെയ്യുന്നത്? ഒരു കുട്ടി, ഒരു വിദ്യാർത്ഥി UPSC സിവിൽ സർവീസ് പരീക്ഷ എഴുതി പാസ്സായി കഴിഞ്ഞാൽ അയാൾക്ക് കിട്ടുന്ന ജോബ് എന്ന് പറയുന്നത് ഈ ഹയസ്റ്റ് പൊസിഷനിലാണ്. ഈ ഹയസ്റ്റ് പൊസിഷനിൽ അയാൾ ഏറ്റവും തുടങ്ങുന്നത് ഒരു പക്ഷേ സബ് കളക്ടർ ആയിട്ടായിരിക്കാം. പിന്നെ അദ്ദേഹത്തെ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റുകളുടെ അസിസ്റ്റന്റ് കമ്മീഷണർ ആയിട്ടൊക്കെ ആയിട്ടും അയാൾക്ക് അപ്പോയിന്റ്മെന്റ് കിട്ടും. അങ്ങനെ അയാൾ റിട്ടയർഡ് ആവാം, കളക്ടർ ആയിട്ട് അയാൾ മാറിയേക്കാം. അദ്ദേഹത്തിന് ജോയിന്റ് സെക്രട്ടറി അല്ലെങ്കിൽ സെക്രട്ടറി എന്ന് പറയുന്ന പോസ്റ്റ് വരെ അവർ പോകും. എന്തുകൊണ്ടാണ് ഇവർ ഇത്രയും പവർഫുൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഞാൻ സർദാർ വല്ലഭായ് പട്ടേൽ ഉപയോഗിച്ചൊരു വാക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ, സിവിൽ സർവീസ് ഈസ് ദ സ്റ്റീൽ ഫ്രെയിം ഓഫ് ഇന്ത്യ എന്ന് പറയുന്നുണ്ട്. ഇന്ത്യയുടെ സ്റ്റീൽ ഫ്രെയിം, അത്രയും കരുത്തുള്ള ഒരു ഫ്രെയിമാണ് സിവിൽ സർവീസ് എന്നുള്ളതാണ് വല്ലഭായ് പട്ടേൽ പറഞ്ഞിട്ടുള്ളത്. അതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ, ഈ നമ്മൾ തെരഞ്ഞെടുത്ത് അയക്കുന്ന MP MLA എന്നുള്ളത് ഒരു പക്ഷെ ജനങ്ങളുടെ സൈഡിൽ നിന്ന് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടാവും. പക്ഷെ അവർക്ക് ഒരു നിയമം ഉണ്ടാക്കാനുള്ള എക്സ്പേർട്ടീസ് പലപ്പോഴും അല്ലെങ്കിൽ അതിനുള്ള സമയവും അവർക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്രൂപ്പ് Aയിലെ ഹയസ്റ്റ് പോസ്റ്റിലുള്ള ആളുകളാണ് ഇതിന്റെ സത്യത്തിലുള്ള ഡെലിഗേറ്റഡ് ലെജിസ്ലേഷൻ എന്നൊക്കെ അതിന് പറയാറുണ്ട്. ഞാൻ ആ വാക്കിലേക്കൊന്നും കൂടുതൽ കടക്കുന്നില്ല. അത്തരത്തിലുള്ള ഈവൻ നിയമനിർമ്മാണത്തിൽ പോലും ഇൻവോൾവ് ആവുകയും അതിനേക്കാൾ അപ്പുറത്തേക്ക് ഇത് ആർക്ക് കിട്ടണം, ബെനിഫിഷ്യറീസിനെ ഐഡന്റിഫൈ ചെയ്യുന്നു, പ്രയോജനമുള്ള ആളുകൾക്ക് എങ്ങനെ എത്തിക്കാനുള്ള ഫാസ്റ്റർ ഡെലിവറി മെക്കാനിസംസ് നോക്കുന്നു. ഇത്തരത്തിലുള്ള നടപ്പിൽ വരുത്തുന്ന എല്ലാ പണികളുടെയും ഏറ്റവും വലിയ കുന്തമുനകളായിട്ടുള്ള അല്ലെങ്കിൽ അതിന്റെ ഒരു മാസ്റ്റർ ബ്രെയിൻ എന്നൊക്കെ ഉള്ള രീതിയിൽ വർക്ക് ചെയ്യുന്നത് ഇവരായതുകൊണ്ട് സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ഇവർക്ക് സാധിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളുടെ ഇടയിൽ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ചുറ്റുവട്ടത്തും
ഒരുപാട് ആളുകൾ താല്പര്യത്തോടു കൂടി IAS നോക്കുന്നത് എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞ വാട്ട് ഈസ് സിവിൽ സർവീസ് എന്നുള്ള ക്വസ്റ്റ്യന്റെ ഉത്തരം ഞാൻ ഒന്ന് സമ്മറൈസ് ചെയ്യാണ്. UPSC എന്ന് പറയുന്ന ബോഡി നടത്തുന്ന പരീക്ഷയാണ് മിലിറ്ററി സർവീസ് അല്ലാത്ത ഗ്രൂപ്പ് എ, അല്ലെങ്കിൽ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ള ഗവൺമെന്റിന്റെ തസ്തികകളിലേക്ക് ആളുകളെ തെരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന പരീക്ഷയുടെ പേരാണ് സിവിൽ സർവീസ് പരീക്ഷ എന്നുള്ളത്. ഞാൻ മനസ്സിലാക്കുന്നു ഞാൻ പറഞ്ഞ കാര്യം ക്ലിയർ ആണ് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുകയാണ്. എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഒന്ന് മെസ്സേജിൽ ആരെങ്കിലും ചാറ്റിൽ ചോദിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു എസ് എങ്കിലും പറഞ്ഞാൽ കാര്യം കൺഫ്യൂഷൻ ഇല്ലാതെ മനസ്സിലാവുന്നു എന്ന് എനിക്ക് വിചാരിക്കാമായിരുന്നു. ഓക്കെ, അപ്പോൾ ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ ഇനി രണ്ടാമതായിട്ട്, അപ്പൊ ഇതിൽ യാതൊരു ഡൗട്ടും ഇല്ല, ഇത് ഹയസ്റ്റ് പൊസിഷൻ ആണ്, വളരെ വെനറേറ്റഡ് ആയിട്ടുള്ള പൊസിഷൻ ആണ്. അപ്പൊ രണ്ടാമതായിട്ടുള്ള ചോദ്യം, ഒരാള് എന്തിന് സിവിൽ സർവീസിന് പഠിക്കണം എന്നുള്ളതാണ്. എന്തൊക്കെ കാരണം കൊണ്ട് ഒരാൾക്ക് സിവിൽ സർവീസ് തയ്യാറെടുക്കണം എന്നുള്ളതാണ്. ഏറ്റവും ഒന്നാമത്തെ കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, ഇത് ഗവൺമെന്റിന്റെ കൂടെയുള്ള വർക്കാണ്, ബിസിനസ് അല്ല, MBA അല്ല. ഒരുപാട് പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതല്ല ഒരു IAS കാരന്റെ പണി. മറിച്ച് സോഷ്യൽ കോസിന് അല്ലെങ്കിൽ സോഷ്യൽ ഗുഡ്, ജനങ്ങൾക്ക് ഈ സർവീസ് കൊണ്ട് കിട്ടുന്ന ഉപകാരം ഏറ്റവും മാക്സിമം നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് ഒരു പ്രയോജനമാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ജനങ്ങൾക്ക് വേണ്ടി സർവീസ് ചെയ്യുക എന്നുള്ള ആഗ്രഹിക്കുന്ന ആളുകൾ പെടേണ്ട, അല്ലെങ്കിൽ അത്തരത്തിലൊരു പാഷൻ ഉള്ള ആളുകൾക്ക് ഡെഫിനറ്റ്ലി നോക്കാവുന്ന ഒന്നാണ് സിവിൽ സർവീസ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ പലപ്പോഴും ഈ ആളുകൾ ചോദിക്കും, ഇപ്പൊ ഹ്യൂമാനിറ്റീസ് എടുത്ത ആൾക്കാർക്ക് ഇപ്പൊ മറ്റവർക്ക് JEE ഉണ്ടല്ലോ, IIT ഉണ്ടല്ലോ, മറ്റു പല പ്രൊഫഷൻസും ഉണ്ടല്ലോ, ഹ്യൂമാനിറ്റീസ് എടുത്തവർക്ക് എന്താ ഒന്നും ഇല്ലാത്തത്? ഞാൻ പറയുന്നത് ഹ്യൂമാനിറ്റീസ് എടുത്തവർക്ക് മാത്രമാണ് IAS എന്നല്ല. എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ടും CA പാസ്സായിട്ടും മറ്റ് പുറത്തുള്ള യൂണിവേഴ്സിറ്റികളിലൊക്കെ പഠിച്ചിട്ട് പോലും തിരിച്ചു വീട്ടും കുട്ടികൾ വന്നിട്ട് സിവിൽ സർവീസ് പരീക്ഷ എഴുതുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഈ പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം എനി ഡിഗ്രിയാണ് ഇതിന്റെ ക്വാളിഫിക്കേഷൻ ആയിട്ട് വരുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഹ്യൂമാനിറ്റീസ് പഠിച്ചാലും കൊമേഴ്സ് പഠിച്ചാലും സയൻസ് പഠിച്ചാലും ഒക്കെ നിങ്ങൾക്ക് എഴുതാവുന്ന ഒരു പരീക്ഷയായിട്ട് സിവിൽ സർവീസ് മാറുന്നു എന്നുള്ളത് മറ്റൊരു സംഗതിയാണ്. അപ്പൊ ആ രീതിയിലും എല്ലാവർക്കും ആക്സസിബിൾ ആവുന്ന ഒരു എലിജിബിലിറ്റി ഉള്ള ഒരു പരീക്ഷ എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യനെ കാണാം. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി, എസ്പെഷ്യലി ഞാൻ ഇവിടെ എന്നെ കേൾക്കുന്ന പാരൻസ് ഉണ്ടെങ്കിലാണ് പറയുന്നത്, ഞാൻ നേരത്തെ നിങ്ങളോട് എന്നെ പരിചയപ്പെടുത്തിയപ്പോൾ പറഞ്ഞിരുന്നു, എനിക്ക് ഓൾറെഡി ഞാൻ ടിസിന്റെ എൻട്രൻസ് ഞാൻ പാസ്സായിട്ടുണ്ട്, എനിക്ക് പ്രിലിംസ് ആൻഡ് മെയിൻസ് ഞാൻ പാസ്സായിട്ടുണ്ട്, എനിക്ക് നെറ്റ് ഏകദേശം 3-4 നെറ്റായി, JRF ഉണ്ട്, എനിക്കിതിനു മുമ്പ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ ഫസ്റ്റ് ലെവല്, KASന്റെ ഫസ്റ്റ് ലെവൽ, ഇതൊക്കെ ഞാൻ പാസ്സായിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ പിന്നീട് ഫർദർ എക്സാമിന് പോയിട്ടില്ല, കാരണം പിന്നീട് ഞാൻ ആ സെക്ടറിലേക്ക് പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഇത് ഞാൻ എന്നെ പൊക്കി പറയാൻ വേണ്ടിയിട്ട് പറയുന്നതല്ല. ഞാൻ പറഞ്ഞു വരുന്ന കാര്യം എന്താന്ന് വെച്ചാൽ, ഒരു കുട്ടി സിവിൽ സർവീസിന് പഠിക്കുന്നതോടുകൂടി ബാക്കിയുള്ള ഒട്ടുമിക്ക പരീക്ഷകൾക്കും അയാൾ ഓട്ടോമാറ്റിക്കലി തയ്യാറാവുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ അഗെയിൻ സ്ട്രെസ് ചെയ്ത് പറയാണ്, പല കുട്ടികളും അവർക്ക് നല്ല ടാലന്റ് ഉണ്ടായിട്ടും പലപ്പോഴും സിവിൽ സർവീസിന് അവർ പ്രിപ്പയർ ചെയ്യൂല. അപ്പൊ അവരോട് ചോദിക്കുമ്പോൾ അവർ പറയുന്ന കാരണം എന്താ വെച്ചാൽ, ഇതൊന്നും നമുക്കൊന്നും പറ്റൂല, ഇത് ഭയങ്കര ടഫ് ആയിട്ടുള്ള പരീക്ഷയാണ്, എനിക്കിതൊന്നും കിട്ടൂല എന്നുള്ള രീതിയിൽ നല്ല ടാലന്റഡ് ആയിട്ടുള്ള കുട്ടികളും അവരുടെ പാരന്റ്സ് പോലും പറയുന്നത് പലപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ അത്തരത്തിലുള്ള രക്ഷിതാക്കളോട്, വിദ്യാർത്ഥികളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, ഓക്കെ, ഐ അണ്ടർസ്റ്റാൻഡ് സിവിൽ സർവീസിന്റെ ഉള്ളിലുള്ള നമ്പർ ഓഫ് സീറ്റ്സ് ലിമിറ്റഡ് ആണ്, അതിൽ സംശയമൊന്നുമില്ല. കിട്ടുകയാണെങ്കിൽ വളരെ ഉപകാരവും, ഇറ്റ്സ് ഹൈലി പ്രസ്റ്റീജിയസ് പൊസിഷൻ ആണ്. പക്ഷെ എല്ലാവർക്കും അത് ഒരുപക്ഷെ കിട്ടിക്കൊള്ളണമെന്നില്ല. പക്ഷെ ഒരു കാര്യം 100% അല്ലെങ്കിൽ 110% ഉറപ്പോടെ കൂടി ഞാൻ പറയുന്ന കാര്യം, ഒരു വർഷം ഒരു കുട്ടി സിവിൽ സർവീസിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് പഠിക്കാൻ തയ്യാറാണെങ്കിൽ, അയാൾക്ക് സിവിൽ സർവീസ് കിട്ടിയാലും ഇല്ലെങ്കിലും ഹി ഓർ ഷീ വോണ്ട് റിഗ്രറ്റ്. അതിന്റെ പേരിൽ ഒരു കുറ്റബോധം അയാൾക്ക് ഉണ്ടാവില്ല എന്നുള്ളത് 100% നമുക്ക് ഉറപ്പ് പറയാൻ പറ്റും. എന്തുകൊണ്ടെന്ന് വെച്ചാൽ, ആ ഒരു വർഷത്തെ പഠനം അയാളുടെ എല്ലാ അർത്ഥത്തിലുള്ള വിദ്യാഭ്യാസത്തിനെയും ഷെയ്പ്പ് ചെയ്യാൻ പോകുന്ന ഒരു സംഗതിയാണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് അവര് ഹയർ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് ഫോറിൻ യൂണിവേഴ്സിറ്റിയിലോ CUET എഴുതാൻ പോയിക്കോട്ടെ,
അവർ വേറെ ഒന്നും പഠിക്കേണ്ട ആവശ്യം, ഫോറിൻ യൂണിവേഴ്സിറ്റി ഡെഫിനറ്റ്ലി SOP ഉണ്ടാക്കേണ്ടി വരും. CUETക്ക് വേണ്ടിയിട്ട് ഒരു പക്ഷെ ഒന്നും അവർ പഠിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. ഓട്ടോമാറ്റിക്കലി കയറിപ്പോവും. നമ്മളെ കൂടെയുള്ള ആൾക്കാരും ഞാനും തന്നെ അതിനൊരു തെളിവായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്. നെറ്റ് JRF എക്സാം, ഈ പരീക്ഷകൾക്കും ഒന്നും ചെയ്യാതെ തന്നെ, കാരണം ഓപ്ഷണൽ സബ്ജക്ട് എന്ന് പറയുന്ന ഒരു സബ്ജക്ട് നമ്മൾ ഇതിൽ പഠിക്കുന്നുണ്ടാവും. സ്വാഭാവികമായിട്ട് ഏതൊരു സബ്ജക്റ്റിലാണോ അതിന്റെ മാസ്റ്റേഴ്സ് ഉള്ളത് അത് അവർക്ക് എഴുതി പോകാൻ പറ്റുന്നു. കേരള PSC 2 വർഷം മുമ്പ് സക്കീർ എന്ന് പറയുന്ന അദ്ദേഹം അതിന്റെ കമ്മീഷണർ ആയ സമയത്ത് ഒരു ഇന്റർവ്യൂ നമുക്ക് ഒരു ന്യൂസ് പേപ്പറിൽ വന്നിരുന്നു. കേരള PSC പോലും ഇനി UPSCയുടെ സ്റ്റാൻഡേർഡിലേക്ക്, UPSC ചോദിക്കുന്ന ചോദ്യത്തിന്റെ രീതിയിലേക്ക് മാറുകയാണ് എന്നുള്ളതാണ് അന്നത്തെ PSCയുടെ ചെയർമാൻ അദ്ദേഹം ആ ഇന്റർവ്യൂവിൽ പറഞ്ഞത്. അതിനുശേഷം വന്ന ഏത് PSC നടത്തുന്ന ഏത് ഡിഗ്രി ലെവൽ എക്സാം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിന്റെ ക്വസ്റ്റ്യന്റെ പാറ്റേൺ പണ്ട് നമ്മൾ കണ്ട PSCയുടെ പാറ്റേണേ അല്ല, മറിച്ച് UPSCയുടെ പാറ്റേണിലേക്ക് മാറി എന്നുള്ളത് മാത്രമല്ല. ഞാൻ ഏറ്റവും ഇതിൽ ഉദാഹരണം പറയുന്നത്, ഈ വർഷം പഞ്ചായത്ത് സെക്രട്ടറി എക്സാമിന്റെ റിസൾട്ട് വന്നപ്പോൾ 8 കുട്ടികൾ കുനിയയിൽ നിന്ന്, കുനിയ IASൽ നിന്ന് അവർ പഞ്ചായത്ത് സെക്രട്ടറി ആയിട്ട് കയറിപ്പോയി. ഈ 8 പേരെയും നമ്മൾ ഡെയിലി ഇവിടുന്ന് കാണുന്നുണ്ട്. ഇവരാരും തന്നെ 1-2 വർഷം കേരള PSCക്ക് വേണ്ടിയിട്ട് പഠിച്ചിട്ടില്ല. മാക്സിമം പഠിച്ചിട്ടുണ്ടെങ്കിൽ 1 മാസമോ 1.5 മാസമോ ഒക്കെ ചിലപ്പം കേരളത്തെ പറ്റിയിട്ടുള്ള 1-2 കാര്യങ്ങൾ നോക്കാൻ ഉപയോഗിച്ചിട്ടുണ്ടാവും എന്നല്ലാതെ കേരള PSCക്ക് വേണ്ടിയിട്ട് അവർ പഠിച്ചിട്ടില്ല. പിന്നെ എന്തേ അവർക്ക് പഞ്ചായത്ത് സെക്രട്ടറി ആയിട്ട് നിയമനം കിട്ടുന്നത്? പിന്നെ എന്തുകൊണ്ടാണ് അവർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിലും കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലും കയറുന്നത്? മറ്റൊന്നുമല്ല, അതിന്റെ ഉത്തരം എന്ന് പറയുന്നത് UPSC ഈസ് മദർ ഓഫ് ഓൾ അതർ കോമ്പറ്റേറ്റീവ് എക്സാംസ് എന്ന് പറയാം. നമ്മൾ സർക്കാർ ജോലികളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള അസോസിയേറ്റഡ് ആയിട്ടുള്ള ജോലികളുടെ ഒക്കെ പരീക്ഷകളുടെ മാതാവ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് UPSC പരീക്ഷനെ കാണാൻ പറ്റും. അങ്ങനെ നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത്രയും വലിയ രീതിയിൽ ഒരു സാധനം പഠിച്ച ആളെ സംബന്ധിച്ചിടത്തോളം ചെറിയ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുക എന്ന് പറയുന്നത് അത്ര വലിയ കാര്യമൊന്നുമല്ല. അപ്പൊ സ്വാഭാവികമായിട്ട് ആ ഒരു എഫേർട്ട് അവർക്ക് വേറൊരു തരത്തില് ഇവിടെ ഹെൽപ്ഫുൾ ആവുകയാണ് സത്യത്തിൽ ചെയ്യുന്നത്. അപ്പൊ ആ രീതിയിൽ ഇത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. കുറെ കൂടി സ്ട്രക്ചേർഡ് ആയിട്ടുള്ള രീതിയിൽ ചിന്തിക്കാനും എഴുതാനും മറ്റ് ഏത് മേഖലകളിലേക്ക് പോകുമ്പോഴും ഹെൽപ്ഫുൾ ആവുന്ന രീതിയിൽ ഈ സംഗതികൾ മാറാറുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ യാഥാർത്ഥ്യം. ഇനി വേറെ കുറച്ച് ആൾക്കാരെ ഉദാഹരണം കൂടി ഞാൻ പറയാം. നിങ്ങൾ ഒരു പക്ഷേ സോഷ്യൽ മീഡിയയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ചില ആൾക്കാർ, ഒന്നൊരു ഉമർ അബ്ദുസ്സലാം എന്ന് പറയുന്ന ഒരാളുണ്ട്. അദ്ദേഹം ഒരു എനിക്ക് തോന്നുന്നു AI ബേസ്ഡ് ആയിട്ടുള്ള ഒരു ടൂളിനെ പറ്റി പരിചയപ്പെടുത്തുന്ന ഒരാളാണ്. രണ്ടാമത് അൺലേൺ വിത്ത് അജ്മൽ എന്നുള്ള രീതിയിൽ അദ്ദേഹം ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തുന്നുണ്ട്. ഇവര് പലപ്പോഴും UPSCയെ ക്രിട്ടിസൈസ് ചെയ്ത് സംസാരിച്ചിട്ടുണ്ടെങ്കിലും ഇവരൊക്കെ UPSC എന്ന് പറയുന്ന ഒരു ജേർണിയിലൂടെ രണ്ടുപേരും കടന്നുപോയ ആൾക്കാരാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഈവൻ UPSCയോ ഗവൺമെന്റ് സർവീസോ പ്രയോറിറ്റൈസ് ചെയ്യുക പോലും ഇപ്പൊ ചെയ്യാതെ ബിസിനസ്സിലേക്ക് ഇറങ്ങിയ ആളുകൾക്ക് പോലും ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അവരുടെ 1 വർഷത്തെ പഠനം, UPSC പഠനം കൊണ്ട് തീർച്ചയായിട്ടും അവർക്ക് ബെനിഫിറ്റ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഞാൻ 100% വിശ്വസിക്കുന്നത്. അപ്പൊ ആ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഇതാണ് വൈ സിവിൽ സർവീസ് എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം. ഞാൻ അഗെയിൻ സ്പെസിഫൈ ആണ്. ഒന്ന്, ഞാൻ പറഞ്ഞിട്ടുള്ള സാമൂഹിക പ്രതിബദ്ധതയുള്ള കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയതാണ്. രണ്ടാമത്തത്, ഇതിന് ഒരുപാട് സയൻസ് നോളജ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള IQ ലെവൽ അല്ല ഈ പരീക്ഷയുടെ ഒരു ബേസ് എന്ന് പറയുന്നത്. കുറെ കൂടി വിശാലമായ വായനയും അനലിറ്റിക്കലായ സ്കില്ലുള്ള ഏതൊരാൾക്കും പരീക്ഷ എഴുതാവുന്ന പരീക്ഷയാണ് സിവിൽ സർവീസ് എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്ക് അത് തയ്യാറെടുക്കാം. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി, നിങ്ങൾ സിവിൽ സർവീസിന് തയ്യാറെടുക്കുമ്പോൾ നിങ്ങൾ UPSC IAS പരീക്ഷകൾക്ക് വേണ്ടി മാത്രമല്ല തയ്യാറെടുക്കുന്നത്. നിങ്ങളുടെ മുമ്പിലേക്ക് വരാൻ പോകുന്ന അനവധി പരീക്ഷകൾക്ക് നിങ്ങൾ ഓട്ടോമാറ്റിക്കലി തയ്യാറെടുക്കുന്ന ഒരു സാഹചര്യമാണ് ഒരാൾ സിവിൽ സർവീസിന് പഠിക്കുകയാണെങ്കിൽ ഉണ്ടാവുക എന്നുള്ളത് കൂടി പറയാണ്. അതാണ് നമ്മുടെ രണ്ടാമത്തെ സെക്ഷൻ ഓഫ് അല്ലെങ്കിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യനുള്ള ഉത്തരം എന്ന് പറയുന്നത്, വൈ സിവിൽ സർവീസ് എന്നുള്ളത്. ഓക്കെ, അത് ക്ലിയർ ആണോ? ഒന്ന് ചാറ്റിൽ പറയാവോ? എന്തെങ്കിലും ഡൗട്ട് എന്തെങ്കിലും ആർക്കെങ്കിലും? ഓക്കെ, അപ്പോ ക്ലിയർ ആണെന്നാണ് പറയുന്നത്. ഇനി നമുക്ക് അറിയേണ്ട 2 കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന്, എന്താണ് ഈ ഒരു പരീക്ഷയുടെ സ്ട്രക്ചർ, റൈറ്റ്? അതായത് ഇതിന്റെ ഒരു ഘടന എന്താണ് എന്നുള്ള കാര്യം നമുക്ക് പറയണം.
ആൻഡ് ദെൻ എങ്ങനെ തയ്യാറെടുക്കാം എന്നുള്ള കാര്യം കൂടി പറയണം, റൈറ്റ്? അപ്പോൾ നമ്മൾ ഏത് പരീക്ഷ എടുത്തു കഴിഞ്ഞാലും അതിനൊരു സ്ട്രക്ചർ ഉണ്ടാവും. ആ സ്ട്രക്ചറിനെ മനസ്സിലാക്കാതെ ഒരാൾക്കും ആ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാൻ കഴിയൂല. ഉദാഹരണത്തിന് നമ്മളെല്ലാവരും 10ാം ക്ലാസ്സിലെ പരീക്ഷ എഴുതി പാസ്സായ ആൾക്കാരായിരിക്കും. അപ്പൊ അതിന്റെ ഘടന എന്താന്ന് വെച്ചാൽ, ഓക്കെ, അയാൾക്ക് ഏകദേശം 14 വയസ്സ് തികഞ്ഞിരിക്കണം. 10ാം ക്ലാസ്സിൽ ഏകദേശം 10ഓളം സബ്ജക്റ്റുകളുണ്ട്. ആ സബ്ജക്റ്റുകളുടെ പേര് സോഷ്യൽ സയൻസ്, IT, ഇങ്ങനെ അറബിക്, ഇംഗ്ലീഷ്, ഇത്തരത്തിലുള്ള ഒരു ഏകദേശം 10ഓളം സബ്ജക്റ്റുകളുണ്ട്. ഈ സബ്ജക്റ്റുകളുള്ള സമയത്ത് തന്നെ സ്കൂളിൽ നിന്ന് ഒരു പക്ഷേ ഇന്റേണൽ മാർക്സിന് മാർക്ക് ഉണ്ടാവും. ഇനി പ്ലസ് ടുവിലേക്ക് വരുമ്പോൾ അതിന് ലാബ് എക്സാം ഉണ്ടാവും. ഇങ്ങനെ ഓരോ പരീക്ഷകൾക്കും ഒരു സ്ട്രക്ചർ ഉണ്ട്. അപ്പോൾ ഇതേപോലെ സിവിൽ സർവീസ് എന്ന് പറയുന്ന പരീക്ഷയ്ക്കും ഒരു സ്ട്രക്ചർ ഉണ്ട്. ആ സ്ട്രക്ചർ ആണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. ഒന്നാമതായിട്ട് മനസ്സിലാക്കേണ്ടത്, സിവിൽ സർവീസ് എന്ന് പറയുന്നത് 3 സ്റ്റേജ് ഉള്ള ഒരു പരീക്ഷയാണ്, അല്ലെങ്കിൽ 3 ഘട്ടമായിട്ട് നടക്കുന്ന ഒരു എക്സാം ആണ് എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കുക. 3 സ്റ്റേജ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, CA എന്ന് പറയുന്ന പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ആദ്യം ഒരു പ്രിലിമിനറി ഉണ്ടാവും. പിന്നെ ഇന്റർ എന്ന് പറഞ്ഞ ഒരു പരീക്ഷയുണ്ട്. ആ ഇന്റർ പാസ്സായി കഴിഞ്ഞാൽ അവരൊരു ഒരു കൈൻഡ് ഓഫ് പ്ലേസ്മെന്റ് അല്ലെങ്കിൽ ഒരു ട്രെയിനിങ്ങിന് പോകണം. ആൻഡ് ദെൻ അവർക്കൊരു ഫൈനൽ ഉണ്ടാവും. അങ്ങനെയാണ് ഒരാൾ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയിട്ട് മാറുന്നത്. സിമിലർലി UPSCയുടെ കേസിൽ അല്ലെങ്കിൽ സിവിൽ സർവീസ് എക്സാമിന്റെ കേസിൽ അതിന്റെ 3 സ്റ്റേജിന് വിളിക്കുന്ന പേര്, ഒന്നാം ഘട്ടത്തിനെ പ്രിലിമിനറി എക്സാം അല്ലെങ്കിൽ ഷോർട്ട് ഫോം ആയിട്ട് പ്രിലിംസ് എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, വിളിക്കുന്നു. രണ്ടാമത്തെ പരീക്ഷയെ മെയിൻസ് എന്ന് നമ്മൾ വിളിക്കുന്നു. മൂന്നാമത്തെ സ്റ്റേജിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ വിളിക്കുന്നത് പേഴ്സണാലിറ്റി ടെസ്റ്റ് എന്നുള്ളതാണ്. അതിന് പലരും ഇന്റർവ്യൂ എന്നും പറയാറുണ്ട്. പക്ഷെ അതിനെ UPSC ഉപയോഗിക്കുന്ന വാക്ക് പേഴ്സണാലിറ്റി ടെസ്റ്റ് എന്നാണ്. പക്ഷെ ആൾക്കാർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇന്റർവ്യൂ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ഈ 3 ഘട്ടങ്ങളെ പറ്റിയിട്ടൊന്ന് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാം. ഒന്നാമത്തെ പരീക്ഷ പ്രിലിംസ് എന്ന് പറയുന്ന ഒരു പരീക്ഷയാണ്. ഏകദേശം ഒരു മെയ് അവസാനത്തിലോ അല്ലെങ്കിൽ ജൂൺ ആദ്യവാരത്തിലൊക്കെയാണ് ഈ പരീക്ഷ നടക്കുക. ഈ പരീക്ഷ ഒബ്ജക്റ്റീവ് ഇൻ നാച്ചർ ആണ്, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ചോയ്സ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ ഉണ്ടാവുക എന്നുള്ളതാണ്. ഓക്കെ, അതായത് നിങ്ങളുടെ മുമ്പിൽ 100 ചോദ്യങ്ങൾ തരുന്നു. ഒരു ചോദ്യത്തിന് 4 ഓപ്ഷൻസ് നിങ്ങളുടെ മുന്നിൽ വെക്കുന്നു. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് തന്നിട്ടുള്ള OMR ഷീറ്റിൽ ബബിൾ ചെയ്യാം. ഇതാണ് നിങ്ങളുടെ പണി. ഓക്കെ, ഇതിന്റെ ഈ പ്രിലിംസ് എന്ന് പറയുന്ന പരീക്ഷ രണ്ട് പേപ്പർ ഉണ്ട്. അതിൽ ഒന്ന് രാവിലെ നടക്കുന്ന ഒരു പേപ്പറും ഒന്ന് ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന പേപ്പറും. ഈ 2 പരീക്ഷയും ചോയ്സ് ബേസ്ഡ് ആണ്, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ചോയ്സസ് ഉള്ളതാണ്. നിങ്ങളുടെ പണി എന്ന് പറയുന്നത് അതിൽ ബബിൾ ചെയ്യാന്ന് മാത്രമാണ്, അല്ലാതെ ഒരുപാട് ലോങ് ആൻസർ എഴുതേണ്ട ആവശ്യമില്ല. ഈ പരീക്ഷ കഴിഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 15 മുതൽ 20 ദിവസം കൊണ്ട് അതിന്റെ റിസൾട്ട് സാധാരണ ഇപ്പോ വരാറുണ്ട്. ഓക്കെ, അപ്പോ ഇതിലെ ഈ പരീക്ഷ പാസ്സാവുന്ന ഏകദേശം ഒരു 90-ന്റെയും 100-ന്റെ ഇടയിലാണ് കട്ട് ഓഫ് ഉണ്ടാവുക. 200-ലേക്കാണ് ഇതിന്റെ ഫസ്റ്റ് പേപ്പർ ഉള്ളത്. സെക്കൻഡ് പേപ്പർ എന്ന് പറയുന്ന പേപ്പറിനെ CSAT എന്ന് വിളിക്കാറുണ്ട്. ആ പേപ്പർ ക്വാളിഫയിങ് ഇൻ നാച്ചർ ആണ്. ക്വാളിഫയിങ് ഇൻ നാച്ചർ എന്ന് ഉദ്ദേശിക്കുന്നത് ആ പരീക്ഷയിൽ ഒരു മിനിമം മാർക്ക് കിട്ടിയാൽ മാത്രമേ ഒന്നാമത്തെ പേപ്പർ നോക്കുകയുള്ളൂ. പക്ഷെ ഒന്നാമത്തെ പേപ്പറിന്റെ മാർക്ക് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഒരു ടോട്ടൽ മാർക്ക് കൗണ്ട് ചെയ്യുന്നതിൽ അവർ ഉപയോഗിക്കുള്ളൂ. ഞാൻ പറഞ്ഞതിൽ ക്ലാരിറ്റി കുറവുണ്ടാവുമെന്ന് എനിക്കറിയാം. ഞാൻ ഒന്നും കൂടി പറയാം. ഇപ്പൊ നമുക്കൊരാൾക്ക് +2 പരീക്ഷ എഴുതണമെങ്കിൽ അയാളുടെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് അയാൾ എന്ത് ചെയ്തിരിക്കണം, 10ാം ക്ലാസ് പാസ്സാവുകയും ലെറ്റ്സ് അസ്യൂം മിനിമം 50% മാർക്കെങ്കിലും കിട്ടണം എന്നുള്ളതായിരിക്കും. എന്നാൽ അതേസമയം +2ന്റെ മാർക്ക് തരുമ്പോൾ, ഫൈനൽ മാർക്ക് ലിസ്റ്റ് തരുമ്പോൾ SLCന്റെ മാർക്ക് ലിസ്റ്റ് ടൈമിൽ അറ്റാച്ച് ചെയ്തിട്ടോ അതിന്റെ മാർക്ക് കൗണ്ട് ചെയ്തിട്ടോ അല്ല നിങ്ങൾക്ക് +2ന്റെ റിസൾട്ട് കിട്ടുക. സിമിലർലി ഞാൻ പറഞ്ഞ പ്രിലിംസ് പരീക്ഷയിലെ ഒന്നാമത്തെ പരീക്ഷ, അല്ലെങ്കിൽ ജനറൽ സ്റ്റഡീസ് എന്ന് പറയും, ആ ഒരു പേപ്പറാണ് നിങ്ങളുടെ മാർക്കിനെ കൺട്രോൾ ചെയ്യുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ മാർക്കായിട്ട് നിങ്ങൾക്ക് കിട്ടുക. പക്ഷേ ഒന്നാമത്തെ പേപ്പർ ഇവാലുവേറ്റ് ചെയ്യണമെങ്കിൽ ഒരാൾ എന്ത് ചെയ്തിരിക്കണം, ഉച്ചയ്ക്ക് ശേഷമുള്ള രണ്ടാമത്തെ പരീക്ഷയിൽ ഒരു മിനിമം മാർക്ക് നമ്മൾ പറയുന്നത് 66.66 എന്നാണ് പറയുക, അല്ലെങ്കിൽ 33% മാർക്കെങ്കിലും ക്വാളിഫൈ ചെയ്താൽ മാത്രമേ ഒന്നാമത്തെ പരീക്ഷ പരിഗണിക്കുള്ളൂ എന്നുള്ളതാണ്. അപ്പോ എഗെയിൻ 200-ലേക്കുള്ള മാർക്കുള്ള ഒന്നാമത്തെ പേപ്പറിന് ആരും 200 ഒന്നും കിട്ടാറില്ല. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് എല്ലാം അറിയുന്ന ആളൊന്നും ആയിരിക്കൂല ഇതാരും കിട്ടുന്നവർ. മറിച്ച്
50% മാർക്ക് കിട്ടിയാൽ തന്നെ അയാൾ ഏകദേശം അതിൽ എന്താ പറയുക പ്രിലിംസ് പരീക്ഷ പാസ്സാവും എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിത് മറ്റുള്ളവരോട് കോമ്പീറ്റ് ചെയ്യുന്നതിനേക്കാളും സത്യത്തിൽ ശ്രമിക്കേണ്ടത് എനിക്കെങ്ങനെ ഈ 200-ൽ 100 മാർക്ക് കിട്ടാൻ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലായിരിക്കണം ഈ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് പ്രിലിംസ് എന്ന് പറയുന്ന പരീക്ഷ. അത് കഴിഞ്ഞിട്ട് നമുക്കുള്ളത് ഏകദേശം പ്രിലിംസ് കഴിഞ്ഞ് റിസൾട്ട് വന്ന് ഒരു 2 മാസത്തെ 2.5 മാസത്തെ ഗ്യാപ്പ് ഉണ്ടാവും. എന്നിട്ടാണ് മെയിൻസ് എക്സാം എന്ന് പറയുന്ന ഇതിന്റെ ഏറ്റവും കാതലായിട്ടുള്ള എസെൻസ് എന്ന് പറയുന്ന ഒരു പരീക്ഷ വരുന്നത്. അത് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള, ഒന്നാമത്തെ പരീക്ഷ നിങ്ങൾ ഒബ്ജക്റ്റീവ് ആയിട്ടാണ് എഴുതിയതെങ്കിൽ രണ്ടാമത്തെ മെയിൻസ് പരീക്ഷ നിങ്ങൾ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട്, അതായത് സ്കൂളിലൊക്കെ ആൻസർ എഴുതുന്നത് പോലെ നിങ്ങൾക്കൊരു പേപ്പർ ഉണ്ടാവും. ആ പേപ്പറിൽ വിശദമായിട്ട് നിങ്ങൾ തന്നെ നിങ്ങളുടെ വാക്കിൽ എഴുതുന്ന പരീക്ഷയാണ് മെയിൻസ് എന്ന് പറയുന്ന പരീക്ഷ. അതിന് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ടതുണ്ട്. അത് സമയമുണ്ടോ എന്ന് നോക്കാം, അല്ലെങ്കിൽ Q&Aയിൽ നമുക്ക് എടുക്കാം. അത് കഴിഞ്ഞ് ഏകദേശം ഒരു 2 to 3 months എഗെയിൻ റിസൾട്ട് വരും. അതിൽ നിന്ന് സെലക്റ്റഡ് ആവുന്ന കുട്ടികൾക്ക് ഇന്റർവ്യൂ, അതായത് ഡൽഹിയിൽ പോയിട്ട് ഒരു ഇന്റർവ്യൂ ഉണ്ടാവും, അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ടെസ്റ്റ് ഉണ്ടാവും. ഒരു 4-5 ആളുകളുള്ള ഒരു ബോർഡ് ഉണ്ടാവും. ആ ബോർഡിന് മുമ്പിൽ അദ്ദേഹത്തോട് പല ചോദ്യങ്ങൾ ചോദിക്കും. അതിൽ അയാൾക്ക് അത് കഴിഞ്ഞിട്ട് അയാൾക്ക് പോവാം. അതിനൊരു മാർക്കും ഉണ്ടാവും. അങ്ങനെ ഫൈനൽ റിസൾട്ട് വരുന്നു. ഈ ഫൈനൽ റിസൾട്ട് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒന്നാമത് നടന്ന പ്രിലിംസ് പരീക്ഷയുടെ മാർക്ക് എന്ത് ചെയ്യില്ല, ഇതിലേക്ക് ടോട്ടൽ മാർക്കിലേക്ക് കൗണ്ട് ചെയ്യില്ല. അതൊരു എലിമിനേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് ഫസ്റ്റ് പരീക്ഷ. പക്ഷേ രണ്ടാമത് നടന്ന മെയിൻസ് പരീക്ഷയുടെയും മൂന്നാമത് നടക്കുന്ന ഇന്റർവ്യൂവിന്റെയും മാർക്ക് ടോട്ടൽ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക, അയാൾക്ക് സർവീസിൽ എത്ര മാർക്ക് ഉണ്ടെന്നുള്ളതും ഏത് സർവീസ് കിട്ടുന്നതിന്റെ റാങ്ക് ലിസ്റ്റ് ഒക്കെ പബ്ലിഷ് ചെയ്യുന്നുണ്ടാവുക എന്നുള്ളതാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഓക്കെ, ആൻഡ് ഫൈനലി ഓൾറെഡി 45 minutes ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പൊ ലാസ്റ്റ് ഒരു ഘട്ടത്തിലേക്ക് കൂടി കിടക്കുകയാണ്. അത് എങ്ങനെ ഇതിന് തയ്യാറെടുക്കുക എന്നുള്ളതാണ്. ഞാൻ നേരത്തെ ഇതിന്റെ ഭാരവാഹികളോട് ചോദിച്ചിരുന്നു, ആരാണ് ഇതിൽ കൂടുതൽ ഇരിക്കുന്നത്, ഡിഗ്രി കുട്ടികളാണോ അതല്ല സ്കൂൾ സ്റ്റുഡൻസ് ആണോ? 1 minute, ഒറ്റ സെക്കൻഡ്, ഇച്ചിരി വെള്ളം കുടിക്കട്ടെ. സോ എങ്ങനെയാണ് ഈ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കേണ്ടതെന്ന് ചോദിച്ചാൽ, എഗെയിൻ ഇപ്പോ എനിക്ക് 4 കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് പറയാനുള്ളത്. 4 കാര്യങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതി വെക്കാം. ഒന്ന്, ഈ പരീക്ഷയുടെ പഠനത്തിന് വേണ്ട ഒന്ന് NCERT ബുക്ക്. ഓക്കെ, ഞാൻ ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്യാം. ഒന്ന് വേണ്ടത് NCERTയുടെ ബുക്കാണ്. രണ്ടാമത്തത് ന്യൂസ് പേപ്പർ എന്നുള്ളത് ജനറലി പറയാം, പക്ഷെ അതിന് ഞാൻ ഉപയോഗിക്കുന്ന വാക്ക് ന്യൂസ് പേപ്പറിനെക്കാളും കറണ്ട് അഫയേഴ്സ്, അല്ലെങ്കിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങളെ പറ്റിയിട്ടുള്ള അറിവ് എന്നുള്ളതാണ്. ഇത് രണ്ടും വേണം. പക്ഷെ അതിനേക്കാളും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഗതി PYQ അല്ലെങ്കിൽ പ്രീവിയസ് അല്ല, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. 2013 UPSC അതിന്റെ സിലബസ് ചേഞ്ച് ചെയ്യുന്നത്. ആ സിലബസ് ചേഞ്ച് ചെയ്ത ശേഷമുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഏത് രീതിയിലാണ് ഇവർ ചോദിച്ചത് എന്നുള്ളതിനെ പറ്റിയിട്ട് നമുക്കൊരു ധാരണ വേണം. ആൻഡ് നാലാമത്തത്, ഇതിലുള്ള ഒരു 80% അല്ലെങ്കിൽ ഒരു 75% സബ്ജക്റ്റുകൾക്കും സ്റ്റാൻഡേർഡ് ബുക്കുകൾ, ഇതിനു വേണ്ടി മാത്രം എഴുതപ്പെട്ടിട്ടുള്ള പുസ്തകങ്ങളുണ്ട്. ആ സ്റ്റാൻഡേർഡ് ബുക്സും ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നമ്മളുടെ പ്രിപ്പറേഷൻ തുടങ്ങാം എന്നുള്ളതാണ്. ഈ 4 കാര്യങ്ങൾ വെച്ചിട്ടാണ് സാധാരണ ഒരാൾ അദ്ദേഹത്തിന്റെ പ്രിപ്പറേഷൻ തുടങ്ങുക. അപ്പൊ എങ്ങനെ തുടങ്ങാന്ന് ചോദിച്ചാൽ, സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, ഇതിന് ഒരു ഇപ്പൊ എപ്പോഴും ഞാൻ എന്റെ ക്ലാസ്സിൽ നേരത്തെ ഇരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ ഒരു ക്ലീശ ആയിട്ട് പോലും തോന്നുന്നുണ്ടാവും. ഈ ഒരു പരീക്ഷ എന്നല്ല, ഏത് പരീക്ഷയ്ക്ക് നിങ്ങൾ പ്രിപ്പയർ ചെയ്യണമെങ്കിൽ, വെദർ നിങ്ങളുടെ യൂണിവേഴ്സിറ്റി എക്സാമിന് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിലും 10th-ലാണെങ്കിലും ഒക്കെ, അൾട്ടിമേറ്റ്ലി ഒരു പരീക്ഷ പാസ്സാവാനുള്ള നിങ്ങൾക്ക് എത്ര അറിവുണ്ട് എന്നുള്ളതിനുള്ള അളവുകോലൊന്നും അല്ല പരീക്ഷ. പരീക്ഷ ആൻഡ് ഇറ്റ്സ് എ വെരി ഡിഫറെന്റ് തിങ്. എക്സാം ഓറിയന്റേഷൻ ഒരാൾക്ക് ഉണ്ടാകുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ എക്സാം ഓറിയന്റേഷൻ ഉണ്ടാവുക എപ്പോഴാ, നിങ്ങൾക്ക് എന്താണ് ഈ പരീക്ഷയുടെ സിലബസ് എന്നുള്ളതിനെ പറ്റി
കൃത്യമായ ധാരണ ഉണ്ടായിരിക്കണം. രണ്ടാമത്തത്, ഈ പരീക്ഷയ്ക്ക് ഇതിനു മുമ്പ് ചോദിച്ച ചോദ്യങ്ങളുടെ നാച്ചുർ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഞാനിത് ഇത്രയും സ്ട്രെസ് ചെയ്ത് പറയുന്നതിന്റെ കാരണം, പലപ്പോഴും സങ്കടകരം എന്ന് പറയേണ്ട ഒരു അവസ്ഥ എന്താണെന്ന് വെച്ചാൽ, നമുക്ക് നമ്മുടെ നാട്ടിൽ IAS അല്ലെങ്കിൽ സിവിൽ സർവീസ് എന്ന് പറയുമ്പോൾ ഭയങ്കര ഹൈപ്പാണ്. ഒരു പക്ഷേ കുറച്ച് മുമ്പ് ഓരോ 10 വർഷം കഴിയുമ്പോഴും പലപ്പോഴും UPSC അതിന്റെ സിലബസ് ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു 30 ഇയേഴ്സ് 40 ഇയേഴ്സ് മുമ്പ് സർവീസിൽ കയറിയ ഒരാൾ ചിലപ്പോൾ നിങ്ങളോട് പറയുന്നുണ്ടാവുക, ഇന്ന ഇന്ന പുസ്തകങ്ങളൊക്കെ വായിക്കണം എന്ന് പറയും. ഇത്ര നേരം ഞാൻ ന്യൂസ് പേപ്പർ വായിച്ചിരുന്നു, ഞാൻ ഇത്ര കഷ്ടപ്പെട്ടിരുന്നു എന്ന് പറയും. പക്ഷെ അത് കേട്ടിട്ട് ഒരു പാരന്റോ ഒരു സ്റ്റുഡന്റോ കുട്ടിയെ പോയിട്ട് പുഷ് ചെയ്തിട്ട് നിങ്ങൾ ഇങ്ങനെ തന്നെ ചെയ്യണം എന്ന് പറയും. പക്ഷെ ആ മോഡലൊക്കെ മാറിയിട്ടുണ്ടാവും. ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു 2035 ഒക്കെ ആവുമ്പോഴേക്ക് ഞാൻ ഈ ഫീൽഡിൽ ഇല്ലെങ്കിൽ, ഞാൻ സിവിൽ സർവീസിന്റെ ഇന്റർവ്യൂവിന് പോയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ എന്റെ അപ്രോച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവിടെ വർക്കൗട്ട് ആവൂല. അത് വേറൊരു കാലഘട്ടവും വേറൊരു സിലബസിലും വർക്ക് ചെയ്യുന്ന ഒരു സംഗതി ആയേക്കാം, അറിയില്ല. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, TV-യിൽ കാണുന്ന, യൂട്യൂബിൽ കാണുന്ന, ഈവൻ ഞാൻ പറഞ്ഞത് പോലും മാത്രം എടുക്കാതെ ഞാൻ കുറച്ചുകൂടെ അതിനെ നമ്മൾ ഒബ്ജക്റ്റീവ്ലി കണ്ടുകൊണ്ട് പ്രിപ്പറേഷനിലേക്ക് കടക്കണം എന്നുള്ളതാണ്. എല്ലായിടത്തും കാണുന്ന, നമ്മൾ ജീവിക്കുന്ന ഒരു കാലഘട്ടം എന്ന് വെച്ചാൽ എക്സസീവ് ഇൻഫർമേഷന്റെ കാലഘട്ടമാണ്. ഒരേ കാര്യത്തിൽ 10,000 അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് യൂട്യൂബിൽ കിട്ടും. അപ്പൊ എല്ലാം കൂടി മഗപ്പ് ചെയ്യാതെ, എല്ലാം കൂടി എടുത്തിട്ട് എല്ലാം കൂടി തയ്യാറെടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ എവിടെ എത്തൂല. ഏതൊരു സംഗതിക്കും നമുക്ക് വേണ്ടത് കുറച്ചുകൂടെ നമുക്ക് ചെയ്യേണ്ട പണി കുറച്ചുകൂടി ചുരുക്കിയിട്ട് എങ്ങനെ സ്മാർട്ട് സ്ട്രാറ്റജി വെച്ചിട്ട്, ഹാർഡ് വർക്ക് വേണ്ടെന്നല്ല, പക്ഷെ ഹാർഡ് വർക്കിനേക്കാളും വേണ്ടത് സ്മാർട്ട്നെസ് ആണ്. ആ സ്മാർട്ട് സ്ട്രാറ്റജി വെച്ചുകൊണ്ട് നമുക്ക് കുറച്ചുകൂടെ ചെറുതാക്കിയിട്ട് ഇതിനെ എങ്ങനെ കൊണ്ടുപോകാന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പൊ ആ ഒരു വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. അങ്ങനെ സ്മാർട്ടായിട്ട് എങ്ങനെ ഒരു പരീക്ഷയ്ക്ക് പഠിക്കുക, അതിന് ഏറ്റവും നല്ല മെത്തേഡ് എന്ന് പറയുന്നത് ഒന്ന് സിലബസ് എന്നുള്ളതാണ്. ഞാൻ സിലബസ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ഡിഗ്രി കുട്ടികൾക്ക് അത് മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം നമ്മളെ കേരളത്തിലെ ഒരു സാഹചര്യത്തിൽ 10ാം ക്ലാസ്സും +2 ഒക്കെ സിലബസ് അത്ര തന്നെ കുട്ടികൾക്ക് ഒരുപക്ഷെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവില്ല. റാദർ അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഗവൺമെന്റ് തന്നെ ഇറക്കുന്ന സ്റ്റാൻഡേർഡ് മെറ്റീരിയൽസ് ആണ്, പലപ്പോഴും ടെക്സ്റ്റ് ബുക്കുകളാണ് അവർക്ക് കിട്ടുക. സ്വാഭാവികമായിട്ട് ഈ കുട്ടികൾ ഈ ടെക്സ്റ്റ് ബുക്ക് നോക്കിയിട്ടാണ് വായിക്കുക. പക്ഷെ നിങ്ങളൊരു ഡിഗ്രിയിലേക്കൊക്കെ വരുമ്പോൾ യൂണിവേഴ്സിറ്റി ഒരിക്കലും എല്ലാത്തിനും കൃത്യമായിട്ട് ഇന്ന ബുക്ക് ഇത് മാത്രമേ ക്വസ്റ്റ്യൻ വരൂ എന്ന് പറയൂല. അതിന് പകരം യൂണിവേഴ്സിറ്റികൾ തരുന്ന ഒരു സിലബസ് ആണ്. നമുക്ക് ഏത് പരീക്ഷയ്ക്ക് പോകുമ്പോഴും ഏറ്റവും ഐഡിയ വേണ്ട ഒരു സംഗതി എന്താണ് ഈ പരീക്ഷയുടെ സിലബസ് എന്നുള്ളതാണ്. അപ്പോൾ ഇതിന് കൃത്യമായിട്ട് സിലബസ് നിങ്ങൾക്ക് ഈ ഇന്റർനെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കേരള PSCയുടെ സിലബസ്, ഒരു എക്സാമിന്റെ സിലബസ് എടുത്താൽ അതിലുണ്ടാവും കേരള ചരിത്രം, അതേപോലെ അതിന്റെ നിയമങ്ങൾ എന്നുള്ളൊരു സാധനം ഉണ്ടാവും. അതൊരാൾ പഠിച്ചിട്ട് ഞാൻ UPSCന്റെ സിലബസ് വായിക്കാതെ ഈ കേരള ചരിത്രം പിന്നെയും വായിക്കുന്നതിൽ അർത്ഥമില്ല. കാരണം ഈ സംഗതി UPSCന്റെ സിലബസിൽ ഇല്ല. പിന്നെ ചില ആൾക്കാർ പറയും സ്പോർട്സ് എന്നൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിക്കും. സ്പോർട്സ് വളരെ ഡയറക്റ്റ്ലി UPSCയിൽ ഇല്ല. അപ്പോഴും ഇപ്പോഴും ഏതെങ്കിലും ഒരു കറണ്ട് അഫയേഴ്സ് ചോദിച്ചാലായി എന്നല്ലാതെ സ്പോർട്സിനെ പറ്റിയിട്ട് ഭയങ്കരമായ ധാരണ എന്നുള്ളത് UPSCയുടെ ഒരു സംഗതിയല്ല. അതെനിക്ക് എവിടുന്ന് കിട്ടി? എനിക്ക് കിട്ടുന്നത് സിലബസ് എന്നാണ്. അപ്പം ഒന്നാമതായിട്ട് കുട്ടികൾ ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു സാധനം എന്താണ് ഇതിന്റെ സിലബസ് എന്ന് വെറുതെ സമയം കിട്ടുമ്പോൾ ഒന്ന് ജസ്റ്റ് വായിക്കുക. അത് നിങ്ങളുടെ പഠനം കുറെ ലിമിറ്റ് ചെയ്യും. എക്സസ് ആയിട്ടുള്ള ബുക്കുകൾ കാര്യങ്ങളൊക്കെ വായിക്കുന്നതിൽ നിന്ന് നിങ്ങളെ നന്നായിട്ട് തടഞ്ഞു നിർത്തും. രണ്ടാമത്തത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഞാനെന്നല്ല, എൻ്റെ കൂടെയുള്ള എല്ലാ ആളുകളും വ്യത്യസ്തമായ പരീക്ഷകൾ പാസ്സാവാനുണ്ടായ ഏറ്റവും വലിയ കാരണം എന്ന് വെച്ചാൽ, സത്യത്തിൽ ഏതൊരു പരീക്ഷയിലേക്ക് കയറുന്നതിന് മുമ്പും അത് നിങ്ങൾക്ക് നിങ്ങളുടെ യൂണിവേഴ്സിറ്റി എക്സാമിൽ പോലും നിങ്ങൾക്ക് എക്സ്പെരിമെന്റ് ചെയ്യാവുന്നതാണ്. ഗൈഡൊക്കെ വായിക്കുന്നതിന് മുമ്പ്, നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള എല്ലാ നോട്ടും ക്ലാസ്സിന് വായിക്കുന്നതിന് മുമ്പ് കഴിഞ്ഞ ഒരു 4 വർഷം 5 വർഷം യൂണിവേഴ്സിറ്റി ഈ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ലൈബ്രറി പോയിട്ടൊന്ന് തപ്പി നോക്കുക. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും, ഓക്കെ ഈ വിഷയത്തിൽ നിന്ന് ഇന്ന മേഖലയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. ആ ചോദ്യം ചോദിച്ചിരുന്ന നാച്ചുർ ഇങ്ങനെയാണ്. അതിൽ നിന്നൊരു കുട്ടി മനസ്സിലാക്കും, ഓക്കെ ഇവരുടെ ഫോക്കസ് കൂടുതലുള്ളത് ഇവിടെയാണ്. സോ ബിക്കോസ് ഓഫ് വിച്ച് ഞാൻ എൻ്റെ പഠനത്തിൽ ഏറ്റവും കൂടുതൽ സ്ട്രെസ് കൊടുക്കുക ഇവിടെയാണ്. ഇങ്ങനെ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് നടത്തുകയാണെങ്കിൽ നമുക്ക് നമ്മൾ പഠിക്കുന്ന സാധനങ്ങൾ കുറെ ചുരുക്കി കൊണ്ടുവരാൻ പറ്റും. ഞാൻ ഇത് സിവിൽ സർവീസിന്റെ കേസിൽ പറയുമ്പോൾ ബേസ് നിങ്ങൾക്ക് ഇല്ലാത്തത് കൊണ്ട് എത്രത്തോളം ഞാൻ പറയുന്ന ഒരു കാര്യം നിങ്ങൾക്ക് ഇപ്പൊ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നുള്ളതിൽ എനിക്ക് പരിമിതികൾ ഉണ്ടാകും. പക്ഷെ നിങ്ങൾ ആരെങ്കിലും ഫർദർ പ്രിപ്പറേഷന് പോകുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ചെയ്യേണ്ടത് ഒരിക്കലും തന്നെ ആദ്യം തന്നെ എല്ലാം കൂടി മഗപ്പ് ചെയ്യാൻ ശ്രമിക്കാതിരിക്കുക എന്നുള്ളത് ഒന്നാമത്തെ കാര്യമാണ്. മറിച്ച് അതിന്റെ സിലബസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കൊടുത്തിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ള കാര്യം കുറച്ചുകൂടി ലിമിറ്റ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളത് ഞാൻ ഒന്നാമതായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു. രണ്ടാമത്, ന്യൂസ് പേപ്പർ. പലരും പറയും, ആക്ച്വലി ഈവൻ ഞങ്ങളുടെ ടീച്ചർ നമ്മളെ കളിയാക്കി പറയായിരുന്നു,
ഒരു ചായ കുടിക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് പോയപ്പോൾ അവിടെ ഉണ്ട് ഒരു ടോപ്പർ ഇരിക്കുന്നു. അയാളോട് ചോദിച്ചു, നിങ്ങൾ ഒരു ദിവസം എത്ര ന്യൂസ് പേപ്പർ വായിക്കും? ഞാനൊരു 3 ന്യൂസ് പേപ്പർ വായിക്കും. ഇയാളിത് കേട്ട പാതി കേൾക്കാത്ത പാതി. അയാൾക്ക് ടോപ്പർ ആകാൻ കാരണം അയാൾ 3 ന്യൂസ് പേപ്പർ വായിച്ചത് കൊണ്ടാണ്. ഞാനും നാളെ മുതൽ 3 ന്യൂസ് പേപ്പർ വായിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇയാൾ വായിക്കാൻ തുടങ്ങി. നിങ്ങളൊരു പേപ്പർ റിലീജിയസ് ആയിട്ട് വായിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ 3 പേപ്പർ വായിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ വേറൊന്നിനും സമയം ഉണ്ടാവും. അത്ര അധികം ഒരു ന്യൂസ് പേപ്പർ ഫുള്ള് വായിക്കാൻ നിങ്ങൾക്ക് സമയം വേണം. ഞാൻ എന്റെ പ്രിപ്പറേഷൻ തുടങ്ങി ഒന്നാമത്തെ ദിവസം രാത്രി ഏകദേശം ഒരു 8 മണിക്കെങ്ങാണ്ട് ഒരു ദ ഹിന്ദു ന്യൂസ് പേപ്പർ എടുത്ത് വായിച്ച് അത്രയും സിൻസിയറിറ്റിയോട് കൂടി വായിക്കുകയാണ്. അവസാനം എത്തുന്നതിന് മുമ്പ് തന്നെ സുബഹി ബാങ്ക് കൊടുക്കുന്ന ഒരു സാഹചര്യമാണ്. അതോടുകൂടി എനിക്ക് മനസ്സിലായി, ഇത് ഇങ്ങനെ വായിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് വേറെ ഒന്നും വായിക്കാൻ കഴിയില്ല. മറിച്ച് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ന്യൂസ് പേപ്പർ എന്ന് പറയുന്നത് പലപ്പോഴും ആളുകൾ അതിന്ന് ഫാക്ട് ചെയ്തെടുക്കാനുള്ള ഒരു ക്വിസിനൊക്കെ പോകുമ്പോൾ ഫാക്ട് ചെയ്തെടുക്കുന്ന പോലെ നോട്ട് ഉണ്ടാക്കുന്ന ഒരു സംഗതിയായിട്ട് പലരും കാണുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. സത്യത്തിൽ ന്യൂസ് പേപ്പർ വായിക്കുന്നത് അതിൽ നിന്ന് ഫാക്ട് എടുക്കാനോ അതിൽ നിന്ന് എന്തെങ്കിലും ചോദ്യം വരുമോ എന്ന് ആലോചിച്ചിട്ട് അതിൽ നിന്ന് സ്ട്രെസ്ഡ് ആവാനുള്ള ഒരു സംഗതി അല്ല ന്യൂസ് പേപ്പർ. മറിച്ച് പിന്നെ എന്തിനാ ന്യൂസ് പേപ്പർ വായിക്കുന്നത്? ഒന്ന്, നിങ്ങൾക്ക് നിങ്ങളുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളുടെ ഒരു ഐഡിയ, ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പൊ ചൈനയും US തമ്മിൽ ഇന്ന വിഷയം നടക്കുന്നുണ്ട്. അത് വിഷയം നടക്കുന്നുണ്ടെന്ന് മാത്രമല്ല നിങ്ങൾ ന്യൂസ് പേപ്പർ വായിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുക. അതിനപ്പുറം എന്തുകൊണ്ടാണ് ഈ താരിഫ് വാർ ഉണ്ടാകുന്നത്, ഇതിന്റെ ഒരു കോൺസിക്വൻസ് എന്തായിരിക്കും, ഇന്ത്യനെ ഇത് എങ്ങനെയാണ് ബാധിക്കുക, ഇത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ നിങ്ങൾക്ക് എഡിറ്റോറിയലൊക്കെ വായിക്കുമ്പോൾ കിട്ടും. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂസ് പേപ്പർ ഫസ്റ്റ് പേജ് മുതൽ ലാസ്റ്റ് പേജ് വരെ ചരമകോളം അടക്കം വായിക്കുക എന്നുള്ളതിന് ഒഴിവാക്കിയിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സിനെ വായിക്കുക. ഒന്നോ രണ്ടോ ഒരു എഡിറ്റോറിയലിനൊക്കെ ഒരു ദിവസം മാക്സിമം ഒരു 1.5 hour ഒക്കെ നിങ്ങൾ ന്യൂസ് പേപ്പർ റീഡിങ്ങിന് കൊടുക്കാവൂ. നമ്മളെ ന്യൂസ് പേപ്പർ റീഡിങ്ങിന്റെ ഉദ്ദേശം രണ്ടാണ്. ഒന്ന്, നിങ്ങളുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളെ പറ്റി നിങ്ങൾക്ക് ധാരണ ഉണ്ടാവുക. രണ്ടാമത്തത്, സ്ഥിരമായിട്ട് ന്യൂസ് പേപ്പർ വായിക്കുമ്പോൾ നിങ്ങൾ അറിയാതെ നിങ്ങളുടെ ലാംഗ്വേജ്, ദ വേ യു സ്പീക്ക്, ദ വേ യു റൈറ്റ്, ദ വേ യു കോംപ്രിഹെൻഡ് ആൻഡ് അനലൈസ് തിങ്സ് എല്ലാം മാറും. ആ ഒരു മാറ്റം നിങ്ങൾക്ക് ഒരു 2 months 3 months ഒക്കെ എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് റിഫ്ലക്ട് ചെയ്യാൻ തുടങ്ങും. അത് ആ ഉദ്ദേശത്തിലാണ് നമ്മൾ ന്യൂസ് പേപ്പർ വായിക്കാൻ പറയുന്നത്. അല്ലാതെ അതിന്ന് കറണ്ട് അഫയേഴ്സ് നോട്ട് ഉണ്ടാക്കാനല്ല. ആ നോട്ട് ഉണ്ടാക്കാൻ ഒരുപാട് മെറ്റീരിയൽ വേറെ എന്തുണ്ട്, നിങ്ങൾക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പൊ അതിന് നിങ്ങൾക്ക് വേറെ ടൂൾസിനെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഞാൻ ന്യൂസ് പേപ്പർ വായിക്കുന്നതിന് സ്ട്രെസ് ചെയ്യുന്നതിന്റെ കാരണം കുറെ കൂടി അനലിറ്റിക്കൽ ആയിട്ടുള്ള മൈൻഡ് നിങ്ങൾ എന്നുള്ള ഉദ്ദേശത്തിലാണ് എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഓക്കെ. ആൻഡ് ഫൈനലി എനിക്ക് പറയാനുള്ളത് സ്റ്റാൻഡേർഡ് ബുക്സ് ആണ്. ഇതിൽ ചില കോർ വിഷയങ്ങളുണ്ട്. ചില വിഷയങ്ങൾ കോർ വിഷയങ്ങളും ചില വിഷയങ്ങൾ പെരിഫറൽ വിഷയങ്ങളുമാണ്. ഫോർ എക്സാമ്പിൾ എക്കണോമി, പൊളിറ്റി, ഇത്തരത്തിലുള്ള സംഗതികൾ. ഈ വിഷയങ്ങളിൽ ഏറ്റവും ആദ്യം നമുക്ക് ഇതിൽ പലപ്പോഴും ഈ പരീക്ഷ സ്ഥിരം പാസ്സാകുന്ന ആൾക്കാർ, അപ്പൊ ഞാൻ എന്റെ കൂടെ തന്നെ ഞാൻ അടുക്കുള്ള പലരും നിരന്തരമായിട്ട് ഒരു 5-6 ടൈംസ് പ്രിലിംസ് ഓട്ടോമാറ്റിക്കലി പാസ്സാകുന്നതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് കൺസെപ്ച്വൽ ക്ലാരിറ്റി ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. നിങ്ങൾ ഒരു വലിയ ബിൽഡിംഗ് ഉണ്ടാക്കുമ്പോൾ അതിന്റെ ഫൗണ്ടേഷൻ, അതിന്റെ തറ എത്ര നല്ലതാണോ അതിനനുസരിച്ചായിരിക്കും ആ ബിൽഡിങ്ങിന്റെ സ്ട്രെങ്ത് ഉണ്ടാവുക. അപ്പോ കറണ്ട് അഫയേഴ്സ് ഇതൊക്കെ ആവശ്യമാണ്, പക്ഷെ ബേസ് ക്ലിയർ അല്ലെങ്കിൽ ഇതൊന്നും നിൽക്കൂല. അപ്പൊ ഏറ്റവും ബേസ് നിങ്ങൾക്ക് കിട്ടുക എന്ന് പറയുന്നത്, ഒന്ന്, അതാത് വിഷയങ്ങളിൽ NCERT ഇറക്കിയിട്ടുള്ള +1 +2 പുസ്തകം. പലരും പറയും 6ാം ക്ലാസ് മുതൽ തന്നെ വായിക്കണമെന്ന്. വായിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. നിങ്ങൾ ഡിഗ്രി മുതലേ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ചെയ്യാം. പക്ഷെ എന്റെ കയ്യിൽ ആകെ ഒരു വർഷം ഞാൻ ഇതിന് സമയം കൊടുക്കുള്ളൂ എന്നുണ്ടെങ്കിൽ എന്റെ അഭിപ്രായത്തിൽ ഏറ്റവും നല്ലത് നിങ്ങൾ കുറച്ചുകൂടെ +1 +2 തന്നെ NCERT ബുക്സ് വായിച്ചാൽ മതി. ഐ ക്യാൻ അഷ്യൂർ യു ആൻഡ് ഐ ക്യാൻ ഗ്യാരണ്ടി യു, നിങ്ങൾ ഇതിനു മുമ്പ് ചിലപ്പോൾ +2 ഹ്യൂമാനിറ്റീസ് പഠിച്ചവരാണെങ്കിൽ പോലും ഒരു ഡിഗ്രി ഫൈനൽ ഇയർ ഒക്കെ ആകുമ്പോൾ നിങ്ങൾ ഇതേ പുസ്തകം വായിക്കുമ്പോൾ ഇതേ ഇൻസൈറ്റ് അല്ല നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. യു വിൽ ബി അമേസ്ഡ്. ഞാൻ പണ്ട് പഠിച്ച NCERT ബുക്കിൽ ഇങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ടല്ലേ എന്നുള്ള അത്ഭുതം കൂടുന്ന രീതിയിലായിരിക്കും നിങ്ങൾക്ക് NCERT ഒരു വായന ഉണ്ടാവുക. നിങ്ങൾക്ക് നല്ല ക്ലാരിറ്റി പല വിഷയങ്ങളിലും NCERT പുസ്തകത്തിന് തരാൻ പറ്റും. അതോടൊപ്പം തന്നെ ചില വിഷയങ്ങളിൽ ഇപ്പം ലക്ഷ്മികാന്ത് പൊളിറ്റിക്ക് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അത്തരത്തിലുള്ള മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. അതിനെ ആശ്രയിച്ചുകൊണ്ടും നമ്മളുടെ പഠനത്തെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളതാണ്. ആൻഡ് ഫൈനലി, ഞാൻ സമയത്തിന്റെ ഒരു കുറവുള്ളത് കൊണ്ട് ഒരു ഫൈനൽ സാധനത്തിലേക്ക് കടക്കുകയാണ്. ചില മിത്തുകൾ അല്ലെങ്കിൽ ചില കോഷൻസ്, നമ്മൾ ഒരു പ്രൊഡക്റ്റ് സെല് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറയണല്ലോ, കണ്ടീഷൻ സപ്ലൈ എന്നൊക്കെ പറയുന്ന പോലെ, ഒരു കാര്യം പ്രത്യേകിച്ച് എനിക്ക് എൻ്റെ എല്ലാ കുട്ടികളോടും, ഇവിടെ രക്ഷിതാക്കൾ ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് അവരോടും പറയാനുള്ള ഒരു കാര്യം, അത് ഞാൻ എൻ്റെ കൂടി ജീവിതത്തിൽ നിന്ന് നിങ്ങൾക്ക് പറഞ്ഞിരുന്ന സംഗതിയാണ്. പല ആൾക്കാരും നിങ്ങളിപ്പോ റീസെന്റ് ഒക്കെ കേട്ടിട്ടുണ്ടാവും, UPSC ഈസ് എ വേസ്റ്റ് ഓഫ് ടൈം എന്നൊക്കെ പറയും. UPSC ഒരു ടൈമിന്റെ വേസ്റ്റ് ആണ്, ഒരുപാട് കാലം കഴിഞ്ഞു പോയി, വെറുതെ അത്രയൊന്നും എഫേർട്ട് അതിൽ ഇടേണ്ടതില്ല എന്നുള്ള രീതിയിലുള്ള ക്യാമ്പയിനുകൾ നടക്കാറുണ്ട്. ആ ക്യാമ്പയിനിൽ ശരി തെറ്റ് എത്രത്തോളം ഉണ്ടെന്ന് വെച്ചാൽ അതിൽ കുറെ ശരികളും ഉണ്ട്, അതിൽ കുറെ തെറ്റുകളും ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ കുറെ ഉപകാരങ്ങൾ ഉള്ളത് കൊണ്ട് നിങ്ങൾ UPSCക്ക് പ്രിപ്പയർ ചെയ്യാതിരിക്കരുത്.
പിന്നെ എപ്പോഴാണ് അതൊരു വേസ്റ്റ് ഓഫ് ടൈം ആയിട്ട് മാറുന്നത്? നമ്മൾ പല കുട്ടികളിലും കാണുന്ന ഒരു സംഗതി എന്ന് വെച്ചാൽ അവർ ഒന്നാമത്തെ വർഷം ആത്മാർത്ഥമായിട്ട് പണിയെടുക്കും. എന്തോ നിർഭാഗ്യവശാൽ അവർക്ക് പ്രിലിംസ് കിട്ടൂല. രണ്ടാമത്തെ വർഷം അത്യാവശ്യം അവർ പണിയെടുക്കും, പ്രിലിംസ് പാസ്സാവും, ചിലപ്പോൾ പിന്നെ കിട്ടൂല. ഇങ്ങനെ മൂന്നാമത്തെ, നാലാമത്തെ, അഞ്ചാമത്തെ, ആറാമത്തെ ഒക്കെ വർഷം വളരെ ബ്രൈറ്റ് ആയ കുട്ടികൾ ഒരു 3 വർഷത്തിനപ്പുറത്തേക്കൊക്കെ ഇത് മാത്രം ജീവിതത്തിൽ ചെയ്യുക. ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യൂല, വേറൊന്നിനും തയ്യാറെടുക്കാതെ എന്റെ ജീവിതം മൊത്തത്തിൽ രാവും പകലും ഒക്കെ UPSCയിലെ ചുറ്റി തിരിഞ്ഞു നടക്കുകയാണെന്നുള്ള രീതിയിലേക്ക് ജീവിതം പോകുമ്പോൾ ഇറ്റ് ബിക്കം എ വേസ്റ്റ് ഓഫ് ടൈം. കാരണം അയാൾക്ക് ജീവിതത്തിൽ വേറെ ഒന്നും പിന്നെ ഉണ്ടാവില്ല. അത് കിട്ടാത്തതിന്റെ നിരാശയും ഡിപ്രഷനും മീനിങ്ലെസ്നെസ് ഒക്കെ ലൈഫിൽ വന്നിട്ട് ഏറ്റവും ബ്രൈറ്റ് ആയ കുട്ടികൾ പോലും തകർന്നു പോകുന്ന സാഹചര്യം കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് എന്റെ രക്ഷിതാക്കളോടും കുട്ടികളോടും പറയാനുള്ളത്, നിങ്ങൾക്ക് ഒരു വർഷം അടിപൊളിയായിട്ട് വേറെ ഒന്നും ആലോചിക്കാതെ ഒരു സ്ഥലത്ത് ഇരുന്നിട്ട്, പറ്റുമെങ്കിൽ ഏതെങ്കിലും ഹോസ്റ്റലിലൊക്കെ ഇരുന്നിട്ട് നല്ല കുട്ടികളുടെ കൂടെ ഇരുന്നിട്ട് ഇതിനു വേണ്ടി മാത്രം ഫോണൊക്കെ മാറ്റി വെച്ചിട്ട് അങ്ങ് പഠിക്കുക. രണ്ടാമത്തെ വർഷവും ഒരു വർഷം കൂടി നിങ്ങൾക്ക് ഇതിന് കൊടുക്കാവുന്നതാണ്. അതിനപ്പുറത്തേക്ക് തേർഡോ ഫോർത്തോ ഇയർ ഒക്കെ നിങ്ങൾ ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങൾ ചെയ്യുന്നത് തെറ്റൊന്നുമില്ല. പക്ഷെ അതിന്റെ കൂടെ പാരലലി ഒരു പ്ലാൻ ബീനെ പറ്റിയിട്ട്, അത് ഹയർ എഡ്യൂക്കേഷൻ ആവാം, മറ്റെന്തെങ്കിലും ജോബ് ആവാം, ഇത് മാത്രമല്ല എന്റെ ലൈഫ്, ഇതിനപ്പുറത്തേക്ക് എന്റെ ലൈഫ് റിവോൾവ് ചെയ്യുന്നുണ്ട് എന്നുള്ള തരത്തിൽ ജീവിതത്തെ മാറ്റണം. കാരണം അൾട്ടിമേറ്റ്ലി നിങ്ങൾ സിവിൽ സർവീസ് കിട്ടിയോ എന്നുള്ളതോ വേറെ ഏതെങ്കിലും വലിയ ജോലി കിട്ടിയോ എന്നുള്ളതോ ഒന്നുമല്ല ലൈഫിന്റെ ഒരു സന്തോഷത്തിനെയും ജീവിതത്തിന്റെ ഒരു പർപ്പസിനെയൊക്കെ നിയന്ത്രിക്കുന്നത്. അത് നിങ്ങളുടെ സന്തോഷമാണ്. നിങ്ങൾ മറ്റുള്ളവർക്ക് ഈ ജീവിതത്തിൽ എന്ത് അടയാളപ്പെടുത്തുന്നു എന്നുള്ളതിനെയും കൂടി അടിസ്ഥാനത്തിലാണ്. ഇത്രയും ഞാൻ പറയാണ്. നമുക്ക് എന്തായാലും Q&Aയിലേക്ക് കടക്കാം. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ലിസണിങ് ടു മീ. യാ മാം, നമുക്ക് Q&Aയിലേക്ക് കടക്കാവോ? ആൾക്കാർക്ക് എന്തെങ്കിലും ചോദിക്കാൻ? ചോദിച്ചോളൂ. ഒരാള് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ സാറിനോട് ചോദിക്കാം. മറ്റെന്തെങ്കിലും കരിയറുമായി ബന്ധപ്പെട്ട ഡൗട്ട് ആണെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. സാർ, എൻ്റെ പേര് വേണസർ സർ. സിവിൽ സർവീസിന്റെ ഈ IRSന്റെ കസ്റ്റംസും ഇൻഡയറക്ട് ടാക്സും രണ്ടിതുണ്ടല്ലോ, അത് തമ്മിലുള്ള വ്യത്യാസം, ജോബ് പ്രൊഫൈലിലുള്ള വ്യത്യാസം ഒന്ന് പറയാവോ? ഓക്കെ. ഇത് രണ്ടും റവന്യൂ സർവീസ് എന്ന് പറയുന്ന IRS എന്ന് പറയുന്ന ഒരു സർവീസ് തന്നെയാണ് രണ്ടും ഉള്ളത്. പക്ഷെ രണ്ടും രണ്ട് ഡൊമൈനിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഇൻകം ടാക്സ് എന്ന് പറയുമ്പോൾ ഒരു പക്ഷെ പേഴ്സണൽ ഇൻകത്തിൽ ഇപ്പം ഒരാൾക്ക് 12 ലക്ഷത്തിൽ, ഇപ്പം റീസെന്റ് ആയിട്ടുള്ള നിയമപ്രകാരം 12 ലക്ഷത്തിലധികം ഒരാൾക്ക് വരുമാനം ആനുവലി ഉണ്ടെങ്കിൽ അയാൾ ഇൻകം ടാക്സ് അടക്കണം എന്നുള്ളതാണ്. അപ്പൊ ഇത്തരത്തില് വ്യക്തികളുമായിട്ട് ബന്ധപ്പെട്ട ടാക്സിനെ നിയന്ത്രിക്കുന്ന ഒരു ബോഡി, ഇൻകം ടാക്സിന് വേറെ തന്നെ ഒരു രീതിയിലാണ് അതിന്റെ സംഗതികൾ നടക്കുന്നത്. അത് അടക്കാത്തവരെ ചിലപ്പോൾ എന്ത് ചെയ്യുന്നുണ്ടാവും, ഫൈൻ അടപ്പിക്കുന്നുണ്ടാവും. ഇപ്പൊ കുറെ കൂടി ഫേസ്ലെസ് ആണ്. ആ ഒരു ഡിപ്പാർട്ട്മെന്റിലാണ് ഈ പറയുന്ന ഇൻകം ടാക്സ് എന്ന് പറയുന്ന റവന്യൂ സർവീസുകാരുണ്ടാവുക. എന്നാൽ അതേസമയം കസ്റ്റംസ് എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് നിങ്ങൾക്ക് അറിയാം, കസ്റ്റംസ് കൂടുതൽ ഉണ്ടാവുക ബോർഡറുകളിൽ, മറൈൻ, നമുക്കിപ്പോൾ പറയുന്ന തുറമുഖങ്ങൾ അല്ലെങ്കിൽ എയർപോർട്ടുകൾ, അത്തരം മേഖലകളിൽ ഇപ്പൊ സ്വർണ്ണക്കടത്തുകൾ, മണി ലോണ്ടറിങ്, ഇത്തരത്തിലുള്ള പല വിഷയങ്ങളിലും എന്ത് ചെയ്യുന്നുണ്ടാവും, അത് കുറെ കൂടി നോക്കുന്നത് കസ്റ്റംസ് ആണ്. ഇപ്പൊ റീസെന്റ് GST ആയിട്ട് ബന്ധപ്പെട്ടും വേറൊരു IRS സർവീസ് വരുന്നുണ്ട്. പക്ഷെ അൾട്ടിമേറ്റ്ലി ഇതിൽ ഒരു കാര്യം IRSനെ സ്പെസിഫിക് ആയിട്ട് ചോദിച്ചതുകൊണ്ട്, ഇനീഷ്യൽ പൊസിഷനിങ്ങിൽ നിങ്ങൾക്ക് ഈ സർവീസ് ജോലി കിട്ടുമ്പോൾ ഈ പറയുന്ന ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റുകളിലേക്കാണ് നിങ്ങളുടെ പോസ്റ്റിങ്ങുകൾ ഉണ്ടാവുക എന്നുണ്ടെങ്കിലും, അതായത് ഒന്ന് ഇൻകം ടാക്സ് എന്ന് പറയുന്ന ഡൊമൈൻ ആണ്, പേഴ്സണൽ ഇൻകം ആയിട്ട് ബന്ധപ്പെട്ടതാണ്. രണ്ടാമത്തെ കസ്റ്റംസ്, അത് കമോഡിറ്റിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ബോർഡറിന് അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്ന സാധനങ്ങളാവാം. പിന്നെ GST ആയിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. ഇങ്ങനെയാണെങ്കിലും കഴിഞ്ഞ ഒരു 10 വർഷമായിട്ട് ഒരു വലിയ മാറ്റം സിവിൽ സർവീസിൽ വന്നിട്ടുള്ളത്, പണ്ട് സെക്രട്ടറി ലെവലിലേക്കുള്ള ജോലികളിലേക്ക് പരിഗണിക്കൽ IASകാരെ മാത്രമായിരുന്നു. പക്ഷെ കഴിഞ്ഞ ഒരു 10-15 വർഷമായിട്ട് ഡൊമൈൻ എക്സ്പെർട്ടീസിനെ സെക്രട്ടറി ലെവലിലേക്ക് എടുക്കുന്നതിന്റെ എണ്ണം കൂടിയിട്ടുണ്ട്. ഇപ്പൊ കഴിഞ്ഞ വർഷത്തെ ഡാറ്റ, ഇഫ് ഐ ആം നോട്ട് റോങ്, ഏറ്റവും കൂടുതൽ ജോയിന്റ് സെക്രട്ടറി പൊസിഷനിലേക്ക് ഒരുപക്ഷെ വന്നത് IRSൽ നിന്നാണ്, IAS എന്നല്ല. അപ്പം ഈ ഫർദർ ഇൻകം ടാക്സ് അല്ലെങ്കിൽ മിനിസ്ട്രി ഓഫ് ഫിനാൻസ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട സെക്രട്ടറി ലെവലിലേക്കുള്ള പ്രൊമോഷനും IRSൽ സാധ്യത ഉണ്ട്. ഇനി ഞാൻ അതിന്റെ കുറെ കൂടി ഡീപ്പിലേക്ക് പോവുകയാണെങ്കിൽ പിന്നെ ഞാൻ എന്താണ് ഇൻകം ടാക്സ്, കസ്റ്റം, അങ്ങനെ പോകേണ്ടി വരും. ഇതാണ് ഒരു ഓവറോൾ ഐഡിയ ആയിട്ട് അതിനെ മനസ്സിലാക്കേണ്ടത്. താങ്ക് യു സർ. Good morning, sir. ഗുഡ് മോർണിംഗ്.
ഇന്റർവ്യൂ UPSCയുടെ ഇന്റർവ്യൂല് തോറ്റാൽ നമ്മൾ ആദ്യം തൊട്ട് വീണ്ടും പ്രിപ്പയർ ചെയ്യണോ? പ്രിലിംസ് തുടങ്ങി ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ്. അതുകൊണ്ടാണ് പലപ്പോഴും ആളുകൾ ഇതിനെ മറ്റൊരു ഡിഫറെന്റ് രീതിയിൽ കാണുന്നത്. അപ്പം CA എക്സാം ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരാള് ഫൈനൽ തോറ്റു കഴിഞ്ഞാൽ ഫൈനൽ മാത്രം എഴുതിയാൽ മതി. പക്ഷെ ഈ പരീക്ഷന്റെ ഒരു സാധനം എന്ന് വെച്ചാൽ ഇത് ആ രീതിയിൽ ഒരു ട്രാപ്പും കൂടിയാണ്. ഇപ്പൊ ഒരാൾ ഇന്റർവ്യൂ തോറ്റു കഴിഞ്ഞാൽ വീണ്ടും എന്ത് ചെയ്യണം? ബേസിക് തൊട്ട് വീണ്ടും പ്രിലിംസ് മുതൽ നെക്സ്റ്റ് ഇയറിലെ പ്രിലിംസ് തൊട്ടിട്ട് അയാൾ തുടങ്ങണം. അതുകൊണ്ടാണ് ഈ എക്സാം ഭയങ്കര വൺ ഓഫ് ദി മോസ്റ്റ് കോമ്പറ്റേറ്റീവ് എക്സാം എന്നുള്ള രീതിയിൽ ആൾക്കാർ വിളിക്കുന്നതിന്റെ ഒരു കാരണം ഇതും കൂടിയാണ്. നിങ്ങൾ പറഞ്ഞ ശരിയാണ്. ആഴ്ച ഒന്ന് എന്ത് ചെയ്യണം? വീണ്ടും എന്ത് ചെയ്യണം? ഫസ്റ്റ് തൊട്ടിട്ട് സ്റ്റേജ് തുടങ്ങണം എന്നുള്ളതാണ്. ഓക്കെ, താങ്ക് യു സർ. ഇതില് പലർക്കും പല രീതിയിലുള്ള കൺഫ്യൂഷൻസും ഡൗട്ട്സും ഉണ്ടാവും. അപ്പോൾ ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥാപനം എന്ന് പറഞ്ഞാൽ ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ അല്ല. സിജി പോലെ തന്നെ ഒരു NGO ബേസ്ഡ് ആയിട്ടുള്ള ട്രസ്റ്റ് ബേസ്ഡ് ഓർഗനൈസേഷൻ ആണ്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും വരണമെങ്കിലും കാര്യങ്ങൾ ചോദിക്കണമെങ്കിലും എന്നോട് ചോദിക്കാം. അല്ലെങ്കിൽ ഇവിടെ തന്നെയുള്ള കുട്ടികൾ ഏകദേശം 20ഓളം കുട്ടികൾ ഓൾറെഡി പ്രിലിംസ് പാസ്സായ ആൾക്കാരുണ്ട്. അപ്പൊ നിങ്ങൾക്ക് വരണമെങ്കിൽ ഏത് സമയത്ത് വരും ചെയ്യാം കേട്ടോ. ഇറ്റ്സ് നോട്ട് എ ഫോർ പ്രോഫിറ്റ് തിങ്. ദാറ്റ്സ് വാട്ട് ഐ എം ട്രൈങ് ടു സേ. ഒരു മെയിൻസ് എക്സാമിന് വേറെ ആരോ ഒരു ചോദ്യം ഇവിടെ വന്നിട്ടുണ്ട്. അത് ഞാൻ ആൻസർ ചെയ്യുന്ന മുമ്പ് ആരോ എന്തോ മൈക്ക് ഓൺ ആക്കിയിട്ടുണ്ടായിരുന്നു. ഒരു ഡൗട്ട് പറഞ്ഞു. സർ, ഈ ഡിസ്ക്രിപ്റ്റീവിനകത്ത് വരുന്ന ക്വസ്റ്റ്യൻസ് എത്ര ഉണ്ടാവും, അല്ലെങ്കിൽ അതിന്റെ കട്ട് ഓഫ്? രണ്ട് ചോദ്യങ്ങൾ ഞാൻ ഒരുമിച്ച് എടുക്കാം. ഒന്ന് ഈ ഡിസ്ക്രിപ്റ്റീവ് എക്സാമിന്റെ എങ്ങനെ എത്ര ഉണ്ടാവും കട്ട് ഓഫ്, ആ ചോദ്യവും പിന്നെ ക്വസ്റ്റ്യൻ ഒരാൾ ചാറ്റിൽ ചോദിച്ചിരുന്നു മെയിൻസ് പേപ്പറുകളെ പറ്റി പറയാവോ എന്നുള്ളത്. അത് ഞാൻ പറഞ്ഞിട്ടില്ല, കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയണമെന്ന് വിചാരിച്ച് Q&Aയിലേക്ക് മാറ്റി വെച്ചതായിരുന്നു. ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏറ്റവും മാർക്ക് റിവാർഡിങ് ആയിട്ടുള്ള സ്റ്റേജ് ആണ് സത്യത്തിൽ UPSCന്റെ മെയിൻസ് പരീക്ഷ എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ടോട്ടൽ മാർക്ക് കൗണ്ട് ചെയ്യുമ്പോൾ മെയിൻസും ഇന്റർവ്യൂവും മാത്രമാണ് നോക്കുക. അതിൽ 75% എന്താ പറയാ പ്രയോറിറ്റിയും അല്ലെങ്കിൽ അതിന്റെ ഇത് കൊടുക്കുന്നത് മെയിൻസ് എക്സാമിനാണ്. അതുകൊണ്ട് ഈ പരീക്ഷ ഒരാൾ പാസ്സാവുന്നുണ്ടെങ്കിൽ അൾട്ടിമേറ്റ്ലി അയാൾ പാസ്സാണോ അല്ലേ എന്ന് തീരുമാനിക്കുന്നത് ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള റോള് വഹിക്കുന്നത് ഈ മെയിൻസ് എക്സാം ആണ്. ഇപ്പൊ എന്നോട് പല ആൾക്കാരും ചോദിക്കും, എനിക്ക് 5 മാർക്കിനാണ് ഞാൻ പോയതെന്ന് പറഞ്ഞപ്പോൾ ആൾക്കാർ ചോദിക്കുക ഇന്റർവ്യൂവിൽ മാർക്ക് കുറഞ്ഞതാണോ? അല്ല. എന്റെ ഇന്റർവ്യൂവിന്റെ മാർക്ക് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു വൺ ഓഫ് ദി ഹയസ്റ്റ് ആയിരുന്നു. പക്ഷെ പിന്നെ എന്തുകൊണ്ട് എനിക്ക് സർവീസ് കിട്ടിയില്ല എന്ന് ചോദിച്ചാൽ എന്റെ മെയിൻസ് എക്സാമിന്റെ മാർക്ക് കമ്പാരിറ്റീവ്ലി കുറവായിരുന്നു. അപ്പൊ ഇതിൽ എല്ലാ വിദ്യാർത്ഥികളും UPSC ആണ് ടാർഗറ്റ് ചെയ്യുന്നതെങ്കിൽ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട എക്സാം സത്യത്തിൽ മെയിൻസ് ആണ് എന്നുള്ളതാണ് എന്റെ ഒപ്പീനിയൻ. ഓക്കെ, ഇനി അതിന്റെ സ്ട്രക്ചറിലേക്ക് വരാം. മെയിൻസ് എന്ന് പറയുന്ന പരീക്ഷകള് നമുക്ക് ശരിക്കും ഞാനൊരു PPT പോലെ കാണിക്കേണ്ട ഒരു സംഗതിയാണ്. നമുക്ക് ഇങ്ങനെ എടുക്കാം. ഒന്ന്, ഏറ്റവും ആദ്യം 4 പേപ്പറുകളെ പറ്റിയിട്ട് ആലോചിക്കാം. ജനറൽ സ്റ്റഡീസിന്റെ 4 പേപ്പറുകൾ കോമൺ ആയിട്ട് എല്ലാവരും എഴുതണം. ഓക്കെ, GS1 എന്ന് പറയും, GS2, GS3, GS4. ഇത് 4ഉം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പേപ്പറുകളാണ്. ഓക്കെ, നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അതിന്റെ പുറമെ 5ാമത്തെ ഒരു പേപ്പർ ഒരു എസ്സേ എഴുതാൻ, 2 എസ്സേകൾ എഴുതാനുള്ള ഒരു പേപ്പർ ഉണ്ടാവും. 5 പേപ്പറായി. GS1, GS2, GS3, GS4, പിന്നെ ഒരു എസ്സേ, 5 പേപ്പേഴ്സായി. ഓക്കെ, ഇനി നമുക്ക് കമ്പൽസറി പേപ്പർ എന്നുള്ള 2 പേപ്പേഴ്സ് ഉണ്ട്. ഒന്ന് അത് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആയിരിക്കും. 2ാമത്തെ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും മലയാളികളായതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മദർ ടങ് ആയിട്ടുള്ള മലയാളത്തിലും എഴുതാം. കമ്പൽസറി പേപ്പേഴ്സ് എന്ന് പറയുന്ന 2 പേപ്പേഴ്സ്. അത് കഴിഞ്ഞ് ഓപ്ഷണൽ പേപ്പർ, അതായത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഐച്ഛിക വിഷയം, ഒരു ഓപ്ഷണൽ സബ്ജക്ട് തിരഞ്ഞെടുത്തുകൊണ്ട് അതിന്റെ 2 പേപ്പർ 1ഉം പേപ്പർ 2ഉം എടുക്കാം. അതായത് ഞാൻ സോഷ്യോളജി ആയിരുന്നു എന്റെ ഓപ്ഷണൽ പേപ്പർ. അപ്പോൾ സോഷ്യോളജി പേപ്പർ 1, സോഷ്യോളജി പേപ്പർ 2 ആയി. അപ്പൊ ടോട്ടൽ എത്ര പേപ്പറായി? 9 പേപ്പറായി. ഞാൻ ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാണ്. GS1, GS2, GS3, GS4. 5ാമത്തത് എസ്സേ എന്ന് പറയുന്ന കാര്യം, 5 പേപ്പർ. 2 കമ്പൽസറി പേപ്പേഴ്സ് ലാംഗ്വേജ് പേപ്പറാണ്. ഒന്ന് ഇംഗ്ലീഷും ഒന്ന് മലയാളം. അത് മലയാളം മാറാം, ഹിന്ദി എഴുതുന്നവർക്ക് ഹിന്ദി എഴുതാം, ആ രീതിയിൽ. ആൻഡ് ദെൻ നിങ്ങൾക്ക് എന്തുണ്ട്? 2 ഓപ്ഷണലിന്റെ 2 പേപ്പർ. എന്റേത് സോഷ്യോളജി 1, സോഷ്യോളജി 2 ആയി. ഇനി ഓരോന്നിലേക്കും വരാം. ഏറ്റവും എളുപ്പമുള്ളതെന്ന് തന്നെ തുടങ്ങാം. കമ്പൽസറി പേപ്പർ ഇംഗ്ലീഷ് ആൻഡ് മലയാളം. ആ 2 പേപ്പർ സത്യം പറഞ്ഞാൽ ആരും ഒന്നും പഠിക്കാറൊന്നുമില്ല. അതിന്
എലിജിബിലിറ്റി ഇൻ നാച്ചുറൽ അല്ലെങ്കിൽ ക്വാളിഫയിങ് ഇൻ നാച്ചുറൽ. അതിനാണ്ട് ആരും ഒന്നും പ്രിപ്പയർ ചെയ്യേണ്ട, ഇപ്പം തീർച്ചയായിട്ടും ഒന്നും പ്രിപ്പയർ ചെയ്യേണ്ട. സാധാരണ കുട്ടികൾ ചെയ്യുക, അവസാനത്തെ ദിവസം ആ എക്സാം എടുക്കുന്ന തലേന്ന് ജസ്റ്റ് അതിന്റെ മുമ്പത്തെ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ തന്നെ അതിന്റെ ഉത്തരം എഴുതാൻ പറ്റും. എന്താന്ന് വെച്ചാൽ അതിൽ 25% ഇയാൾക്ക് ബേസിക് ആയിട്ടുള്ള ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാനും ബേസിക് ആയിട്ടുള്ള മലയാളം കൈകാര്യം ചെയ്യാനും ഇയാളെ കൊണ്ട് പറ്റുമെന്ന് തെളിയിക്കാനുള്ള ഒരു പരീക്ഷയാണ്. അതുകൊണ്ട് അതിന്റെ കൂടുതൽ ഡെപ്തിലേക്ക് കടക്കുന്നില്ല, ആരും അതിനെ പറ്റിയിട്ട് കൂടുതൽ ബേജാറാവാറില്ല. സോ ഞാൻ ആ 2 പേപ്പറിനെ കീപ്പിംഗ് അസൈഡ്. ഓക്കെ, അപ്പൊ നമ്മളെ കയ്യിൽ ഇപ്പൊ 7 പേപ്പേഴ്സ് ആയി. ബാക്കി 2 പേപ്പർ കമ്പൽസറി ആണ്. അതിന്റെ ടോട്ടൽ മാർക്കിനെ ബാധിക്കൂല. ആകെ ഒരു ബേസിക് മാർക്ക് മാത്രം കിട്ടിയാൽ മതി. പക്ഷെ ആ ബേസിക് മാർക്ക് കിട്ടിയാൽ മാത്രമേ ഈ 7 പേപ്പർ എന്ത് ചെയ്യുള്ളൂ, കൗണ്ട് ചെയ്യുള്ളൂ എന്ന് മാത്രം. അപ്പൊ അത്ര റെലവൻസ് സത്യത്തിൽ ആ 2 പേപ്പറിനുള്ളത് കൊണ്ട് ഞാൻ അത് അധികം പറയുന്നില്ല. ഇനി നമ്മുടെ മുമ്പിലുള്ളത് ബാക്കി 7 പേപ്പേഴ്സ് ആണ്. അതിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആദ്യത്തെ 4 GS1, GS2, GS3, GS4. GS1 എന്ന് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ജനറൽ സ്റ്റഡീസ് 1 എന്നാണ് ഈ പേപ്പറിന്റെ പേര്. അതിൽ ഉള്ളത് നേരത്തെ ചോദിച്ചു എത്ര ചോദ്യം ഉണ്ടാവുക എന്ന് ചോദിച്ചു. ഈ GS1, GS2, GS3, GS4 20 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. 20 ക്വസ്റ്റ്യൻ ആണ് ഉണ്ടാവുക. 10 ക്വസ്റ്റ്യൻ 10 മാർക്കിൻ്റെതും ബാക്കി 10 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് 15 മാർക്കിന്റെയും ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. 3 മണിക്കൂർ കൊണ്ടാണ് എഴുതേണ്ടത്. അത് എങ്ങനെ 20 ക്വസ്റ്റ്യൻ 3 മണിക്കൂർ കൊണ്ട് എഴുതുക എന്ന് ചോദിച്ചാൽ അങ്ങനെ ബേജാറാവേണ്ട ആവശ്യമൊന്നുമില്ല. ഇറ്റ്സ് എ പ്രാക്ടീസ്, മോസ്റ്റ് ഓഫ് ദി പീപ്പിൾ ഡു ഇറ്റ്. അങ്ങനെ അതിന് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യാൻ കഴിയും. ആ ഒന്നാമത്തെ പേപ്പറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കുകൾ ഏതൊക്കെയാന്ന് വെച്ചാൽ ഒന്ന് ഹിസ്റ്ററിയാണ്. ഞാൻ നോട്ട് ചെയ്യുന്നവർക്ക് നോട്ട് ചെയ്യാം. GS1 പേപ്പറുകൾ ഒന്ന് ഹിസ്റ്ററിയാണ്. രണ്ടാമത്തത് ഇന്ത്യൻ സൊസൈറ്റി. ഇപ്പൊ നമുക്ക് കാസ്റ്റ്, റിലീജിയൻ, സെക്യുലറിസം അത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ അതിൽ ഡിസ്കസ് ചെയ്യും. ആൻഡ് തേർഡ്ലി ഇന്ത്യൻ ജിയോഗ്രഫിയാണ്. നമുക്ക് ഇന്ത്യൻ ജിയോഗ്രഫി എന്നല്ല, ജിയോഗ്രഫിയാണ്. അതിൽ വേൾഡ് ജിയോഗ്രഫി ഉണ്ട്, ഇന്ത്യൻ ജിയോഗ്രഫി ഉണ്ട്. ഇപ്പൊ മൺസൂൺ എന്തുകൊണ്ട് വരുന്നു, എങ്ങനെയാണ് മൺസൂൺ ഫോം ചെയ്യുന്നത്, ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും ഡിസ്കസ്. ഈ 3 കാര്യങ്ങളാണ് പ്രധാനപ്പെട്ടിട്ട് പേപ്പർ 1 വരുന്നത്. സോറി, GS1 എന്ന് പറയുന്ന ആ പേപ്പറിൽ വരുന്നത്. രണ്ടാമത്തെ പേപ്പർ GS2. അതിൽ പ്രധാനപ്പെട്ട് വരുന്ന കാര്യങ്ങൾ ഒന്ന് ഇന്ത്യൻ പൊളിറ്റി. ഇപ്പൊ നമ്മൾ പാർലമെന്റ്, എലക്ഷൻസ് ഇത്തരം കാര്യങ്ങളെ പറ്റിയിട്ടാണ് അതിൽ സംസാരിക്കുക. രണ്ടാമതായിട്ട് അതിൽ വരുന്ന ഗവേണൻസ് ആൻഡ് സോഷ്യൽ ജസ്റ്റിസ് എന്നുള്ളതാണ്. അതായത് പല വെൽഫെയർ സ്കീമുകളും എന്ത് ചെയ്യുന്നുണ്ട്, ഗവൺമെന്റ് കൊണ്ടുവരാറുണ്ട്. ഇപ്പൊ പ്രധാനമന്ത്രി ആവാസ് യോജന, അല്ലെങ്കിൽ നമുക്കൊക്കെ തന്നെ ഹെൽത്ത് ഇൻഷുറൻസ് ഉള്ളൊരു സംഗതിയുണ്ട്, ആയുഷ്മാൻ ഭാരത്. ഇത്തരത്തിലുള്ള സംഗതികളെ പറ്റിയിട്ട് അതിൽ വരും. ആൻഡ് തേർഡ്ലി അതിൽ വരുന്നത് ഇന്റർനാഷണൽ റിലേഷൻസ് ആണ്. അതായത് ലോകത്തിന് ഞാൻ നേരത്തെ പറഞ്ഞ ചൈന, US അത്തരത്തിലുള്ള ഇന്ത്യന്റെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യം വരും. അത് പേപ്പർ 2. പേപ്പർ 3 അതായത് GS3 എന്ന് പറയുന്ന സംഗതി, അത് അതിന്റെ ഏറ്റവും കോർ സംഗതി എക്കണോമിക്സ് ആണ്. എക്കണോമിക്സ് എന്ന് പറയാൻ പറ്റില്ല, എക്കണോമിയാണ് സത്യത്തിൽ. ഇന്ത്യൻ സാമ്പത്തിക വ്യവസ്ഥനെ പറ്റിയിട്ട്, ഇന്ത്യന്റെ സാമ്പത്തിക സാധനം എവിടെ കിടക്കുന്നു, എന്തൊക്കെയായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു, പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പേപ്പറാണ്. അത് കഴിഞ്ഞിട്ട് അതിൽ സയൻസ് ആൻഡ് ടെക്നോളജി. സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുമ്പോൾ നമ്മൾ ഡിഗ്രിക്ക് പഠിക്കുന്ന പോലെ കെമിസ്ട്രിയുടെ ഇക്വേഷൻ പഠിക്കുകയാണെന്ന് വിചാരിക്കരുത്. ഈ സയൻസ് ആൻഡ് ടെക്നോളജിയിലുള്ള റീസെന്റ് ഡെവലപ്മെന്റുകൾ എങ്ങനെയാണ് മനുഷ്യന്മാരെ ബാധിക്കുന്നത് എന്നുള്ളതായിരിക്കും. AI പറ്റിയിട്ടുള്ളൊരു ചോദ്യം ചോദിക്കുന്നുണ്ടാവുക AI കോഡ് എഴുതാനല്ല, പക്ഷെ AI ഏത് തരത്തിലാണ് മനുഷ്യന്മാരെ ബാധിക്കുന്നത്, ജോബിനെ എങ്ങനെ ബാധിക്കും, അത്തരത്തിലുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. പിന്നെ എൻവിറോൺമെന്റ് എന്ന് പറഞ്ഞൊരു പേപ്പർ ഉണ്ട്, അതായത് ഒരു സബ്ജക്ട് അതിൽ വരുന്നുണ്ട്, നമ്മളെ പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട സംഗതി. പിന്നെ അതിൽ വരുന്നത് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആണ്. ആൻഡ് ദെൻ ഫൈനലി ഇന്റേണൽ സെക്യൂരിറ്റി, അതായത് നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ട് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് ഉണ്ട്. ടെററിസം, ഡ്രഗ്, മണി ലോണ്ടറിങ് ഒക്കെ പലപ്പോഴും നമ്മളെ ബാധിക്കുന്നുണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്ന ഒരു പേപ്പറാണ് GS3 ഓക്കെ, ഈ 3 പേപ്പേഴ്സായി. നാലാമത്തെ പേപ്പർ എന്ന് പറയുന്നതിന്റെ പേര് എത്തിക്സ് എന്നാണ്. ഞാൻ സാധാരണ ക്ലാസ് എടുക്കുന്ന ടോപ്പിക് അതാണ്. ഈ എത്തിക്സ് എന്ന് പറയുന്ന സംഗതി എന്ന് വെച്ചാൽ നമ്മൾ 2005 ഇഫ് ഐ എം നോട്ട് റോങ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. 2013 ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. 2005 ഒരു കമ്മിറ്റിയാണ് ഇത് സജസ്റ്റ് ചെയ്യുന്നത്. അതിന് മുമ്പ് ഇങ്ങനെ ഒരു പേപ്പർ ഇല്ല. എത്തിക്സ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ഈ ഒരു കമ്മീഷൻ സിവിൽ സർവീസിനെ പറ്റി പഠിച്ചപ്പോൾ മനസ്സിലായി ആളുകൾക്ക് നല്ല വിവരമുണ്ട്, പക്ഷേ സ്വഭാവം അല്ലെങ്കിൽ മൂല്യബോധങ്ങൾ വളരെ കുറവാണ്. അതായത് സർവീസ് കിട്ടുന്നു, ഇത് എങ്ങനെ ഇതിൽ നിന്ന് പൈസ ഉണ്ടാക്കാം, എങ്ങനെ കറപ്റ്റഡ് ആവാമെന്ന് ആലോചിക്കുന്ന കുറെ ആൾക്കാരാണ് സർവീസിൽ വരുന്നത്. അല്ലെ അത്തരത്തിലുള്ള പ്രശ്നം ഉള്ളത് കൊണ്ട് അങ്ങനെ പോയാൽ പോരാ. ഈ ആളുകൾക്ക് വിവരം മാത്രം പോരാ, ചെയ്യുന്നതിന്റെ ശരി തെറ്റുകളെ പറ്റിയിട്ടുള്ള നല്ല ധാരണ ഉണ്ടാവണം. എന്താണ് ശരി, എന്താണ് തെറ്റ്, ഒരു സർവീസിലേക്ക് കയറി കഴിഞ്ഞാൽ അയാളുടെ റെസ്പോൺസിബിലിറ്റി എന്താണ്, അത്തരം കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്ന ഒരു പേപ്പറാണ് പേപ്പർ 4 എന്ന് പറഞ്ഞ GS4 എന്ന് പറയുന്ന എത്തിക്സ്, മൊറാലിറ്റി എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു പേപ്പറാണ്. കുറച്ചുകൂടെ അനലിറ്റിക്കലാണ്, കുറെ കാണാൻ പഠിക്കുന്ന ഒരു സംഗതിയൊന്നുമല്ല. ആ നാലാമത്തെ പേപ്പർ.
അഞ്ചാമത്തെ ഒരു എസ്സേക്ക് പ്രത്യേകിച്ച് നമ്മൾ ടോപ്പിക് പറയാറില്ല. ഈ 4 പേപ്പറിലെ ഏത് സംഗതികളുമായിട്ട് ബന്ധപ്പെട്ടും എസ്സേയിൽ ചോദ്യം ചോദിക്കാം. എസ്സേയിൽ സാധാരണ ആളുകൾ കണ്ടന്റിന് വേണ്ടിയിട്ട് ഒരുപാട് പഠിക്കാറില്ല, മറിച്ച് എസ്സേ എഴുതുന്നതിന്റെ ഒരു ശൈലിയും രീതിയും ഒക്കെ കുറച്ചും കൂടി നന്നാക്കാൻ വേണ്ടിയിട്ടാണ് പണിയെടുക്കുക. ഈ 4 പേപ്പർ പഠിക്കുന്നതോട് കൂടി തന്നെ ഓൾമോസ്റ്റ് എല്ലാം എന്ത് ചെയ്യും, എസ്സേക്കുള്ള പഠനം ഓൾറെഡി തീർന്നിട്ടുണ്ടാവും. ഫൈൻ. 5 പേപ്പർ. ഇനി 2 പേപ്പർ പറയേണ്ട ഓപ്ഷണലാണ്. നമുക്ക് ഓരോ കുട്ടിക്കും ഇഷ്ടമുള്ള ഒരു വിഷയം ചൂസ് ചെയ്യാം. ഏകദേശം ഒരുപാട് സബ്ജക്റ്റുകൾ അതിൽ അവൈലബിൾ ആണ്. സോഷ്യോളജി ഉണ്ട്, ആന്ത്രപ്പോളജി, പൊളിറ്റിക്കൽ സയൻസ്, ഫിസിക്സ് ഉണ്ട് ഫിസിക്സ് ഉണ്ട്, അക്കൗണ്ടിങ് ഉണ്ട്, പിന്നെ ഉള്ളത് ഫിലോസഫി ഉണ്ട്, ഒരുപാട് പേപ്പർ, അഗ്രികൾച്ചർ ചെയ്യുന്നവരുണ്ട്, ഇങ്ങനെ ഒരുപാട് പേപ്പേഴ്സ് ഉണ്ട്, മെഡിക്കൽ സയൻസ് ചെയ്യുന്നവരുണ്ട്. ഇങ്ങനെ ഇതിൽ ഇഷ്ടമുള്ള ഒരു സബ്ജക്റ്റ് അയാൾക്ക് എടുക്കാം. ആ സബ്ജക്റ്റിൽ 1ഉം 2ഉം പേപ്പർ. ഇപ്പൊ സോഷ്യോളജി ആണെങ്കിൽ ഒന്ന് വേൾഡ് തിയറികളാണുള്ളത്, രണ്ടാമത്തത് ഇന്ത്യൻ സൊസൈറ്റിയായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇന്ത്യൻ സോഷ്യോളജിയായിട്ട് ബന്ധപ്പെട്ട സംഗതികളുടെ പേപ്പർ 2 ഉണ്ടാവും. ഈ 2 പേപ്പറുകളും കൂടിയാണ് ഇതിലുണ്ടാവും. ഈ ഓപ്ഷണലിന്റെ ഗുണം എന്താന്ന് വെച്ചാൽ, ഞാൻ പലപ്പോഴും എല്ലാവരോടും പറയാറുള്ളത്, നിങ്ങൾ ഫർദർ എഡ്യൂക്കേഷനൊക്കെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ സബ്ജക്റ്റിൽ കൂടി ആണ് ഈ ഓപ്ഷണൽ എടുക്കുന്നെങ്കിൽ 2 ഗുണമുണ്ട്. ഒന്ന്, ഈ ഓപ്ഷണൽ മര്യാദയ്ക്ക് പഠിക്കുന്നതോടുകൂടി തന്നെ നിങ്ങളെ നെറ്റ് JRF പരീക്ഷയൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് കിട്ടാൻ ഇത് മതിയാവും എന്നുള്ളതാണ് മറ്റൊരു ഗുണം ഇതിലുള്ളത്. അപ്പൊ ഞാൻ പേപ്പറുകളെ പറ്റി പറഞ്ഞു. സ്ട്രക്ചർ ഓഫ് ദി എക്സാം ഇങ്ങനെയാണ്. ടോട്ടൽ 9 പേപ്പർ പറഞ്ഞു, 2 കമ്പൽസറി, പിന്നെ 7 1 എസ്സേ, 2 ഓപ്ഷണൽ പോയി, പിന്നെ നമുക്കുള്ള 4 പേപ്പറാണ് GS1, GS2, GS3, GS4. ആദ്യം ഈ പറയുന്ന എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഓവറോൾ 19 മുതൽ 20 ക്വസ്റ്റ്യൻ വരെയാണ് ഉണ്ടാവുക. 3 മണിക്കൂർ സമയമാണ് ഉണ്ടാവുക. മോസ്റ്റ് ഓഫ് ദി പേപ്പറിന് 250 മാർക്സ് ആണ് ഉണ്ടാവുക. ആർക്കും 250 ഒന്നും കിട്ടൂല. ഒരു നല്ലൊരു ടോപ്പർക്ക് 100 ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. 100, 120, 110, 120 വരെയൊക്കെ പോവും. ഒരു മീഡിയം എഴുതുന്ന ആള് 90 മാർക്ക് വരെയൊക്കെ പോകും. ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓവറോൾ സ്ട്രക്ചർ ഉള്ളത്. ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. മറ്റേ നമ്മളൊരു ഡീറ്റെയിൽ ആയിട്ട് വരക്കേണ്ടി വരും തോന്നുന്നു. താങ്ക് യു സർ. Right, താങ്ക് sir. യു. വേറെ ചോദ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഇല്ലെങ്കിൽ 10:15 എന്ന് തോന്നുന്നു. പലരും ചായ കുടിച്ചിട്ടുണ്ടാവില്ല ചിലപ്പോ. സാർ ചോദ്യം കൂടെ. സാർ, ഈ ഇന്റർവ്യൂവിന് എത്ര സമയമായിരിക്കും? ഇന്റർവ്യൂ എന്ന് പറയുമ്പോൾ ടൈം ഉണ്ടാവോ? എത്രയും ടൈമിനകത്ത്? ഇറ്റ് ഡിപ്പെൻസ് ആണ്. ബേസിക്കലി ഇന്റർവ്യൂ എന്നുള്ളത്, ഞാൻ അതുകൊണ്ടാണ് ഇന്റർവ്യൂ എന്നുള്ള വാക്ക് ഉപയോഗിക്കാതിരുന്നത്. ഇതിന്റെ പേര് പേഴ്സണാലിറ്റി ടെസ്റ്റ് എന്നാണ്. നമ്മൾ ഇന്റർവ്യൂ എന്ന് പറയുമ്പോൾ പലപ്പോഴും ആളുകൾ ശ്രമിക്കുക ഞാൻ ഇന്റർവ്യൂവിൽ എങ്ങനെ പെർഫോം ചെയ്യാം എന്നുള്ളതാണ്. സത്യത്തിൽ UPSC അതിന് ഉപയോഗിക്കുന്ന വാക്കും സിലബസിൽ എഴുതിയ പേരും പേഴ്സണാലിറ്റി അസസ്മെന്റ് ടെസ്റ്റ് എന്നാണ്. ഈ വ്യക്തി എത്രത്തോളം, ഇയാൾക്കൊരു സർവീസ് കൊടുത്തു കഴിഞ്ഞാൽ ഇതിന് എത്രത്തോളം ആപ്റ്റ് ആവുന്നതാണ് ഇതിൽ നോക്കുന്നത്. അപ്പോൾ സത്യത്തിൽ ഒട്ടുമിക്ക ഇന്റർവ്യൂ, ഐ മീൻ ഈവൻ ഇഫ് യു ആർ ഗോയിങ് ഫോർ അതർ ജോബ്സ്, ഇന്റർവ്യൂസ് ആർ നോട്ട് ബേസിക്കലി ഫോർ നോളജ് ടെസ്റ്റ് എന്നുള്ളതാണ് ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ടത്. അതായത് നിങ്ങളോട് കുറേ ചോദ്യം ചോദിക്കുക, കടുകട്ടി ചോദ്യം ചോദിച്ചിട്ട് നിങ്ങളെ വലയിലാക്കുക, ഇതൊന്നും അല്ല ഇന്റർവ്യൂ. ഇന്റർവ്യൂവിന്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ ഒരു പക്ഷേ ടൈറ്റ് സിറ്റുവേഷൻസിലേക്ക് കൊണ്ടുപോകും, നിങ്ങളെ വീണ്ടും വീണ്ടും ചോദ്യം ചോദിച്ച് കുഴക്കും. പക്ഷെ ആ ചോദ്യത്തിന് അയാൾ ഉത്തരം പറയുന്നില്ലേ എന്നുള്ളതല്ല പലപ്പോഴും ഇന്റർവ്യൂവിന്റെ മാർക്കിന്റെ ക്രൈറ്റീരിയ. ഈവൻ ക്രൈസിസ് ഉള്ള സിറ്റുവേഷനിൽ പോലും എങ്ങനെയാണ് ഇയാൾ ആ ക്രൈസിസിനെ ഹാൻഡിൽ ചെയ്യുന്നത്, ഇയാളെ കയ്യിൽ ഒരു പണി കൊടുത്തു കഴിഞ്ഞാൽ ഇയാൾ കുറച്ചും കൂടി നല്ല രീതിയിൽ ചെയ്യോ എന്നുള്ളതാണ് ഇതിൽ നോക്കുക. സോ ഇറ്റ് ആക്ച്വലി ഡിപ്പെൻഡ്സ് ദ ടൈം ഓഫ് ഇന്റർവ്യൂ. നോർമലി 20 മിനിറ്റ്സ് ഒക്കെയാണ് ഉണ്ടാവുക. പക്ഷെ എനിക്ക് തോന്നുന്നത് നമുക്ക് കുറച്ചുകൂടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഉണ്ടെങ്കിൽ കുറെ കൂടി സ്ട്രക്ചേർഡ് ആയിട്ട് അത് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു സംഗതിയാണ് കേട്ടോ. കുറച്ചുകൂടി സ്ട്രക്ചേർഡ് ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുമെങ്കിൽ ഏറ്റവും എളുപ്പമുള്ള ഒരു പ്രോസസ്സാണ് ഇന്റർവ്യൂ. ഇപ്പൊ ഞാൻ എന്റെ 3 ഘട്ടങ്ങളിൽ എന്നോട് തന്നെ, നിങ്ങൾ ആരോട് ഇന്റർവ്യൂ വരെ പോയാൽ ആരോട് ചോദിച്ചാലും പറയാം, ഇതിൽ ഏറ്റവും എളുപ്പമുള്ള, ഏറ്റവും ആസ്വദിക്കുന്ന സ്റ്റേജ് സത്യത്തിൽ ഇന്റർവ്യൂ ആണ്. കാരണം അധികം പഠിക്കാനൊന്നുമില്ല. നമ്മൾ ബേസിക്കലി നമ്മളെ പറ്റി തന്നെ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. ആൻഡ് ദെൻ നമ്മളൊരു നല്ല സ്യൂട്ടും കോട്ടൊക്കെ ഇട്ടിട്ട് ഡൽഹിയിലേക്ക് പോകുന്നു. അതൊരു വേറെ തന്നെ ഒരു കോൺഫിഡൻസ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സോ അതിനെ പറ്റിയിട്ട് പൊതുവേ UPSC പ്രിപ്പറേഷനിൽ ഇനീഷ്യൽ സ്റ്റേജിൽ ആരും സംസാരിക്കാറില്ല. കാരണം എന്താ വെച്ചാൽ ഇറ്റ്സ് another next stage and it actually hardly need 1 month preparation. അത്രേ അതിന് ആവശ്യമുള്ളൂ. അതിനു മുമ്പ് നിങ്ങൾക്ക് ആകെ ചെയ്യാൻ പറ്റും നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, ജനങ്ങളോട് സംസാരിക്കുന്ന, ആൾക്കാരോട് സംസാരിക്കുന്നതൊക്കെ നന്നാക്കുക എന്നുള്ളത് ആലോചിക്കാനുള്ളൂ. ഇപ്പോ വൺസ് നമ്മൾ ഒരു മെയിൻസ് ഒക്കെ എത്തുന്ന സമയത്ത് മെയിൻസ് ക്ലിയർ ചെയ്തിട്ടാണ് സത്യത്തിൽ ഇന്റർവ്യൂവിനെ പറ്റിയിട്ട് കൂടുതൽ കൺസേൺഡ് ആവുക. സാറ് പറഞ്ഞു 250 മാർക്സ് ആണ് മെയിൻസിന് വരിക.
ഇന്റർവ്യൂവിന് 250 per paper, 250 per paper കേട്ടോ. 50 per paper. ടോട്ടൽ മാർക്സിന്റെ ഇതിലാണോ നമ്മൾ റാങ്ക് ഇടുക? എനിക്ക് എന്റെ ഓർമ്മ ശരിയാണ്, ടോട്ടൽ 2000 2250 ആണ് ടോട്ടൽ മാർക്ക് വരിക. അതിൽ 200 മാർക്ക് മാത്രമാണ് എന്തുള്ളത്, 250 മാർക്ക് മാത്രമാണ് ഇന്റർവ്യൂവിനുള്ളത്. ബാക്കി മാർക്കൊക്കെ പോകുന്നത് മെയിൻസിനാണ്. ഓക്കെ സാർ, താങ്ക് യു. സർ, ഇത് ഒരു ഇയറിൽ എത്ര പ്രാവശ്യമാണ് ഈ എക്സാമിന്റെ അറ്റംപ്റ്റ് എത്ര പ്രാവശ്യമാണ്? ഒരു വർഷത്തിൽ ഒരു സൈക്കിളാണ്, ഒരു വർഷത്തിൽ ഒരിക്കലാണ് ഈ എക്സാം നടക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജൂണിൽ എന്ത് ചെയ്യും, ജൂൺ ഫസ്റ്റ് വീക്കിൽ പ്രിലിംസ് എക്സാം നടക്കും. ഒരു ഏകദേശം സെപ്റ്റംബർ മിഡ് ഒക്കെ ആവുന്ന സമയത്ത് മെയിൻസ് എക്സാം നടക്കും. ഒരു ജാനുവരി ആവുമ്പോഴേക്ക് ഇന്റർവ്യൂ പ്രോസസ്സ് തുടങ്ങും. ഒരു മാർച്ച് ആവുമ്പോഴേക്ക് റിസൾട്ട് വരും. എഗെയിൻ അടുത്ത ജൂണിലേക്ക് പ്രിലിംസ് തുടങ്ങും. അപ്പൊ ഇതൊരു വർഷം ഒരു സൈക്കിളാണ് ഉണ്ടാവുക. ഇതില് ഇപ്പോ നിങ്ങളോട് പറയാനുള്ളത്, ഒരു കുട്ടിക്ക് അല്ലെങ്കിൽ ഒരാൾക്ക് ജനറൽ കാറ്റഗറി ആണ് അയാളെങ്കിൽ അയാൾക്ക് 6 അറ്റംപ്റ്റുകളാണ് ഉള്ളത്. 6 തവണ മാത്രമേ ഈ പരീക്ഷ എഴുതാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അയാളുടെ അറ്റംപ്റ്റ് എക്സോസ്റ്റ് ചെയ്യും. അല്ലെങ്കിൽ 32 വയസ്സാവുക, ഈ രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് ആയിരിക്കണം അയാൾക്ക്. പിന്നെ ഡെഫിനറ്റ്ലി ഡിഗ്രീസ് ആൻഡ് എലിജിബിലിറ്റി 21 വയസ്സെങ്കിലും തികയണം. ഈ കാര്യങ്ങളാണ് ഇതിന്റെ എലിജിബിലിറ്റി ഉള്ളത്. OBC ആണെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നതിൽ ഒട്ടുമിക്ക ആൾക്കാരും OBC NC ആയിരിക്കും. അത്തരം ആളുകൾക്കുള്ള എലിജിബിലിറ്റി എന്താന്ന് വെച്ചാൽ 9 അറ്റംപ്റ്റ് വരെ കൊടുക്കാം. 35 വയസ്സ് വരെയാണ് പ്രായപരിധി ഉള്ളത്. അപ്പൊ ഇത് വൺസ് ഇൻ എ ഇയർ സൈക്കിളാണ്. താങ്ക് യു സർ. വലൈക്കും അസ്സലാം. എൻ്റെ ഒരു ഹാഷിം എന്നാണ്. ഞാൻ ഇപ്പൊ ചോദിക്കാൻ വന്ന ചോദ്യം സാർ ഇപ്പൊ തൊട്ട് മുമ്പ് പറഞ്ഞതാണ്. ഇതിന്റെ ഏജ് ലിമിറ്റ് എങ്ങനെയാണെന്നുള്ളത്. 18 വയസ്സ്, 21 വയസ്സ്, ഒന്ന് പറയാമോ ഏജ് ലിമിറ്റ്? മിനിമം ഏജ് 21 ആണ്. അതായത് ഒരു ഡിഗ്രി ഉണ്ടാവുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു എലിജിബിലിറ്റി ആയിട്ട് വരിക. പിന്നെ ഇത് ഓരോ റിസർവേഷൻ കാറ്റഗറിക്ക് അനുസരിച്ച് മാറാറുണ്ട്. ജനറൽ കാറ്റഗറിയിലുള്ള ആളുകൾക്ക് മാക്സിമം 32 ആണ് ഇതിന്റെ ഏജ് ഉണ്ടാവുക. 32 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എക്സോസ്റ്റഡ് ആവും. OBC ആണെങ്കിൽ 35 വയസ്സ് വരെ അവർക്ക് പോകാൻ പറ്റും. SC ST ആണെങ്കിൽ 40 ആണ് അതിന്റെ ഏജ് വരുന്നത്. പിന്നെ നമ്പർ ഓഫ് അറ്റംപ്റ്റ്സും ഇതിൽ ഇമ്പോർട്ടന്റ് ആണ്. പലരും ഇത് നിർത്തുന്നതിന്റെ ഒരു സംഗതി എന്ന് വെച്ചാൽ അവരുടെ അറ്റംപ്റ്റുകൾ എക്സോസ്റ്റ് ആകുന്നത് കൊണ്ടാണ്. പിന്നെ എഴുതുന്നതിൽ പരിമിതിയുണ്ട്. ജനറൽ കാറ്റഗറി ആണെങ്കിൽ മാക്സിമം 6 തവണ മാത്രമേ എഴുതാവൂ. OBC ആണെങ്കിൽ 9 തവണ. SC STക്ക് അറ്റംപ്റ്റിൽ എന്തില്ല, പ്രശ്നമില്ല, അതിന്റെ വിഷയമില്ല എന്നുള്ളതാണ്. 40 വയസ്സ് എന്നുള്ളൊരു സംഗതിയാണ്. ഓക്കെ, താങ്ക് യു. ഇതിന്റെ ട്രെയിനിങ് നമുക്ക് എവിടെ നിന്നായിരിക്കും കിട്ടുന്നത്? സർക്കാർ തലത്തിൽ അങ്ങനെ ട്രെയിനിങ് ക്ലാസ്സുകൾ കിട്ടുമോ? കോച്ചിങ് ആണോ ഉദ്ദേശിക്കുന്നത്? ഇപ്പൊ കോച്ചിങ് പറയുകയാണെങ്കിൽ പലതരത്തിൽ ചെയ്യുന്നവരുണ്ട്. പ്രൈവറ്റ് സ്ഥാപനങ്ങൾ ഒരുപാടുണ്ട്. കേരളത്തിലായിട്ടും ഡൽഹിയിലായിട്ടും ഓൺലൈനായിട്ടും ഇത്തരത്തിലുള്ള പ്രൈവറ്റ് സ്ഥാപനങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഗവൺമെന്റ് ഓഫ് കേരളന്റെ ഒരു സ്റ്റേറ്റ് സിവിൽ സർവീസ് അക്കാഡമി ഉണ്ട്. പിന്നെ ഇപ്പൊ കുനിയ അടക്കമുള്ള, പെരിന്തൽമണ്ണുള്ള ക്രിയ അടക്കമുള്ള ഇത്തരത്തിലുള്ള NGOസും ഇത് നടത്തുന്നുണ്ട്. കോച്ചിങ്ങിന് നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ, കോച്ചിങ്ങിന് പോകുന്നതിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ, കോച്ചിങ്ങിന് പോകണമെന്നോ പോകണ്ടെന്ന് വെച്ചാൽ രണ്ടിനും അതിൻ്റെതായ പോസിറ്റീവ് ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വളരെ കമ്മിറ്റഡ് ആയിട്ട് ഓൾറെഡി ഒറ്റയ്ക്ക് ഇരുന്നൊക്കെ പഠിക്കാൻ കപ്പാസിറ്റി ഉള്ള ആളാണെങ്കിൽ ഈവൻ ഒറ്റയ്ക്ക് ഇരുന്നാലും പഠിക്കാനൊക്കെ കഴിയും. പക്ഷെ മോസ്റ്റ് ഓഫ് ദി ആൾക്കാർക്ക് അങ്ങനെ ഒരു സംഗതി ഉണ്ടാവില്ല. അവർ കുറച്ചും കൂടി ക്രൗഡിനെ നോക്കിയിട്ടാണ് ആൾക്കാർ പഠിക്കുക. അപ്പോ കോച്ചിങ് പറയുകയാണെന്നുണ്ടെങ്കിൽ ബേസിക്കലി അത്തരം ആളുകൾക്ക് കോച്ചിങ് ഇസ് ഗുഡ് ഫോർ എ ഇയർ. ആ കോച്ചിങ് തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട സംഗതി എൻ്റെ അഭിപ്രായത്തിൽ 1-2 കാര്യങ്ങളാണ്. ഒന്ന് പറയുന്നത് അവിടെ പഠിച്ച ആൾക്കാരോട് ആദ്യം ചോദിക്കുക എന്നുള്ളതാണ്. പരസ്യം കണ്ടിട്ട് എവിടെയും പോവാതിരിക്കുക, എങ്ങോട്ടും പോകണ്ട. ബെറ്റർ ഈസ് ടു ആസ്ക് സംവൺ ഹു വെന്റ് ദർ ആൻഡ് ജെനുവിൻലി വെന്റ് ദർ. ഒരു ഹൈപ്പിന് പോയ ആളല്ലാതെ ഒരു പ്രിലിംസ് ഒക്കെ പാസ്സായ ആളാണെങ്കിൽ കുറച്ചും കൂടി അവരോട് ചോദിച്ചാൽ അതിനെപ്പറ്റി നല്ലൊരു ധാരണ നിങ്ങൾക്ക് റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു വ്യൂ കിട്ടും. അതിൽ പിന്നെ മറ്റേ CAയിൽ കാണുന്ന പോലെ മമ്മൂട്ടിന്റെയും മോഹൻലാലിന്റെയും ഫോട്ടോ വെച്ചിട്ടുള്ള ഒരു പരിപാടി ആവാതിരിക്കാനുള്ള ഒരു ശ്രദ്ധ നല്ലതാണ്. രണ്ടാമത്തെ തോന്നുന്നത്, നിങ്ങൾ പോകുന്ന സ്ഥാപനത്തിൽ കുറച്ചുകൂടെ നമുക്ക് ഈ പ്രിപ്പറേഷന് വരുമ്പോൾ ഡിഗ്രി എങ്കിലും കഴിയുമ്പോഴാണ് ഓൾമോസ്റ്റ് പലരും വരിക. നമ്മളിപ്പോൾ ഡിഗ്രീന്റെ കൂടെ കൊടുക്കുന്നുണ്ട്, ചിലർ ഡിഗ്രി കഴിഞ്ഞിട്ട് വരുന്ന ആൾക്കാരാണ് കൂടുതൽ കാണാറുള്ളത്. അപ്പോഴേക്ക് നമുക്ക് കുറച്ചുകൂടി ഒരു മെച്യൂരിറ്റി എത്തിയിട്ടുണ്ടാവും. സ്വാഭാവികമായിട്ടും അവിടുന്ന് ടീച്ചർ ടു സ്റ്റുഡന്റ് ലേണിങ്ങിനേക്കാളും നടക്കുക പിയർ ടു പിയർ ലേണിംഗ് ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും
നല്ലോണം പ്രിലിംസ് പാസ്സായ കുട്ടികളുള്ള ഒരു സർക്കിളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. ഇപ്പൊ എനിക്ക് ഡൽഹി പോയപ്പോൾ കിട്ടിയ ഏറ്റവും വലിയ ബെനിഫിറ്റ്, എന്തുകൊണ്ട് ഞാൻ ഒന്നാമത്തെ വർഷം തന്നെ പ്രിലിംസ് പാസ്സായി എന്ന് ചോദിച്ചാൽ അതിന്റെ ഏറ്റവും വലിയ ഉത്തരം മറ്റു പല റീസൺസും ഉണ്ടാവും ഡെഫിനറ്റ്ലി. ഒരു ഹെൽപ്ഫുൾ ആയ സംഗതി എന്തായിരുന്നു വെച്ചാൽ, ഞാൻ എന്തെങ്കിലും അനാവശ്യമായ പുസ്തകം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് എക്സസീവ്ലി ഞാൻ വായിക്കുന്ന എന്തെങ്കിലും ഒന്ന് കണ്ടു കഴിഞ്ഞാൽ എന്റെ കൂടെയുള്ള ഓൾറെഡി പ്രിലിംസ് പാസ്സായ 1-2 ആൾക്കാർ വന്നിട്ട്, ഷിബിലി അത് ചെയ്യേണ്ട കേട്ടോ, അതുകൊണ്ടൊരു കാര്യമില്ല, അത് പൂട്ടി വെച്ചേര് എന്ന് പറഞ്ഞു തരാൻ ഒരാളുണ്ടാവുക എന്നുള്ളത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. അപ്പം ഈ 1-2 കാറ്റഗറി, പിന്നെ ഡെഫിനറ്റ്ലി നമ്മളൊരു അഫോർഡബിലിറ്റി, ചില സ്ഥാപനങ്ങൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്, ചില ആളുകൾ ഭയങ്കര എക്സസീവ്ലി പൈസ 1.5 lakh ഒക്കെ ഫീസ് ഉള്ള സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അതും കൂടി കൺസിഡർ ചെയ്തുകൊണ്ട് ആയിരിക്കാം നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അൾട്ടിമേറ്റ്ലി റിവ്യൂ യു ഷുഡ് ലുക്ക് ഇൻ ടു. സോ എനിക്ക് തോന്നുന്നു ഏകദേശം ക്വസ്റ്റ്യൻസ് ഒക്കെ ആയെന്ന് തോന്നുന്നു. ഹോസ്റ്റ് നമുക്ക് മെല്ലെ അവർക്ക് നമ്മളെ ഇവിടുത്തെ കോണ്ടാക്ട് നമ്പർ എന്തെങ്കിലും വേണമെങ്കിൽ കൊടുക്കാം, പിന്നെ അവർക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുകയും ചെയ്യാം. അത് ഓക്കെ ആണോ? ഓ യെസ് ഷെയർ. ഷെയറിന് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ഡീറ്റെയിൽസ് ഷെയർ ചെയ്തോളൂ. ഞാൻ ഇവിടുത്തെ ഓഫീസ് ഡെഫിനറ്റ്ലി കൊടുക്കാം. ഓക്കെ ഷെയർ. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് മീറ്റിംഗ് മെല്ലെ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ. ഇന്ന് നമ്മളോട് സംസാരിച്ച ഷിബ്ലി സാറിന് ഞാൻ ഷിജിയുടെ ഭാഗത്ത് നിന്ന് ആദ്യം തന്നെ ഒരു നന്ദി അറിയിക്കുകയാണ്. വളരെ ഇൻഫോർമേറ്റീവായ ഒരു സെഷൻ ആയിരുന്നു. താങ്ക് യു സർ. മീറ്റിംഗിൽ ജോയിൻ ചെയ്ത എല്ലാവരോടും നന്ദി അറിയിക്കുകയാണ്. സാറിന്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് സാറ് പറ്റുകയാണെന്നുണ്ടെങ്കിൽ ചാറ്റിലൊന്ന് ഷെയർ ചെയ്യണേ. ഞാൻ നിങ്ങൾക്ക് ഗ്രൂപ്പ് എന്തെങ്കിലും ഉണ്ടോ? സാറ് നമുക്ക് കരിയർ ഇൻഫോ ഗ്രൂപ്പ്സ് ഉണ്ട്. സാർ ഈ മീറ്റിംഗിൽ ഷെയർ ചെയ്താലും മതിയാവും. നിങ്ങളിപ്പോ ലീവ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇതിൽ ടൈപ്പ് ചെയ്യാൻ കഴിയോ? ഇല്ല, നിങ്ങൾ പറഞ്ഞു, ഞാൻ ഇതിൽ ടൈപ്പ് ചെയ്തിടാം. സെക്കൻഡ്, നിങ്ങൾ പറഞ്ഞു. കോണ്ടാക്ട് നമ്പർ അല്ല, ഇവിടുത്തെ കുഞ്ഞിന്റെ IAS. എല്ലാവരോടും താങ്ക്സ് പറയാണ്. ഒരുപാട് നല്ല ചോദ്യങ്ങൾ വന്നു. ആൻഡ് എല്ലാവർക്കും എന്തായാലും ഈ പരീക്ഷ വളരെ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റട്ടെ. പിന്നെ ഇതൊരു എന്താ പറയാ, ഒരു എഫേർട്ടാണ്. ഇതിന് വേണ്ടിയിട്ട് ഇരിക്കുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അപ്പൊ അത് എല്ലാവരുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാവും എന്നുള്ളത് പ്രതീക്ഷിക്കുകയാണ്. ഞാനിവിടെ നമ്പർ കൊടുക്കുന്നുണ്ട്, 89210410. ഞാനിവിടെ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ. ഇങ്ങനെ ഒരു അവസരം തന്നിട്ടുള്ള സിജിയോട് കൂടി ഈ ഒരു അവസരത്തിൽ നന്ദി പറയാണ്. താങ്ക് യു സോ മച്ച് ടു എവരിവൺ. താങ്ക് യു സർ. ഓക്കെ, സാറിന്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് സാറോട് മെസ്സേജ് ആയിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. വേണ്ടവർക്ക് ആ നമ്പർ സേവ് ചെയ്യാവുന്നതാണ്. വൺസ് അഗെയിൻ താങ്ക് യു സർ. വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു സെഷൻ ആയിരുന്നു. താങ്ക് യു. നന്ദി അറിയിക്കുന്നു. താങ്ക് യു. മീറ്റിംഗ് എന്ത് ചെയ്താലോ? താങ്ക് യു സാർ.